ഹായ് നമസ്കാരം, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ മെഗാ മാരത്തോണാണ്. അതായത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എം എസ് സ്വാമിനാഥനോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കാർഷിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മഹാരാഷ്ട്രയാണ്. രണ്ടാമത്തെ ചോദ്യം: ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള ഈ വർഷത്തെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള ഈ വർഷത്തെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹയായത് ഓപ്ഷൻ എ ആണ്, കെ ആർ മീര. മൂന്നാമത്തെ ചോദ്യം: 2025 പെൻ ട്രാൻസ്ലേറ്റ് അവാർഡ് നേടിയ ഹിന്ദി എഴുത്തുകാരി ആരാ? 2025 പെൻ ട്രാൻസ്ലേറ്റ്സ് അവാർഡ് നേടിയ ഹിന്ദി എഴുത്തുകാരി ഓപ്ഷൻ സി ആണ്, ഗീതാഞ്ജലി ശ്രീ ആണ്. നാലാമത്തെ ചോദ്യം: ഗോത്രകലകൾക്ക് പുറമെ പുതുജീവൻ നൽകാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഗോത്രകലകൾക്ക് പുതുജീവൻ നൽകാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ബി ആണ്, ജനഗൾസ. ഓപ്ഷൻ ബി, ജനഗൾസ. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആനമല ടൈഗർ റിസർവിലാണ്. ആറാമത്തെ ചോദ്യം: പുരാതന കയ്യെഴുത്തു പ്രതികൾ ഡിജിറ്റലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരെന്താ? പുരാതന കയ്യെഴുത്തു പ്രതികൾ ഡിജിറ്റലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്ഷൻ ഡി, ഗ്യാൻ ഭാരതം മിഷൻ ആണ്. ഏഴാമത്തെ ചോദ്യം: ഏത് രാജാവിൻ്റെ 1000ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് 2025 ജൂലൈ മാസത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നാണയം പുറത്തിറക്കിയത്? ഓപ്ഷൻ സി ആണ്, രാജേന്ദ്ര ചോളൻ ഒന്നാമൻ. എട്ടാമത്തെ ചോദ്യം: 2025 യുവേഫ വനിതാ യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? 2025 യുവേഫ വനിതാ യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാ? ഇംഗ്ലണ്ട്. ഓപ്ഷൻ എ ആണ്, ഇംഗ്ലണ്ട് ആണ്. ഒൻപതാമത്തെ ചോദ്യം: പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ വധിക്കാനായിട്ട് ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സസ് നടത്തിയ ഓപ്പറേഷൻ ഏതാ? പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ വധിക്കാനായിട്ട് ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സസ് നടത്തിയ ഓപ്പറേഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ മഹാദേവ്. ഓപ്ഷൻ ബി, ഓപ്പറേഷൻ മഹാദേവ്. പത്താമത്തെ ചോദ്യം: ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരമാരാ? ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, ദിവ്യ ദേശ്മുഖ്. 11ാമത്തെ ചോദ്യം: 2025 ജൂലൈ മാസത്തിൽ ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്തമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? 2025 ജൂലൈ മാസത്തിൽ ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്തമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാ? ഓപ്ഷൻ സി, സെനഗലാണ്. 12ാമത്തെ ചോദ്യം: 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത്, അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാ? 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയായ രാജ്യം ചോദിച്ചാൽ യു എ ഇ. ഓപ്ഷൻ ഡി ആണ്, യു എ ഇ ആണ്. 2025 ജൂലൈ മാസത്തിൽ UN ഏജൻസിയായ യുനെസ്കോയിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? 2025 ജൂലൈ മാസത്തിൽ UN ഏജൻസി ആയിട്ടുള്ള യുനെസ്കോയിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, USA ആണ്. 14ാമത്തെ ചോദ്യം: കാലാൾപ്പട, പീരങ്കിപ്പട തുടങ്ങി കരസേനയിലെ സായുധ വിഭാഗങ്ങളുടെ മികവും പ്രവർത്തനം സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ആർമി രൂപീകരിക്കുന്ന പുതിയ ബ്രിഗേഡ് ഏതാണ്? കാലാൾപ്പട, പീരങ്കിപ്പട തുടങ്ങിയ കരസേനയിലെ സായുധ വിഭാഗങ്ങളുടെ മികവും പ്രവർത്തനവും സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ആർമി രൂപീകരിക്കുന്ന പുതിയ ബ്രിഗേഡ് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, രുദ്രയാണ്. ഓപ്ഷൻ ബി, രുദ്രയാണ്. 15ാമത്തെ ചോദ്യം: കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് നിയമിതനായതാരാണ്? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ഓപ്ഷൻ സി ആണ്, കെ മധു. 16ാമത്തെ ചോദ്യം: ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകുന്ന ആദ്യത്തെ വനിത ആരാണ്? ഇഗ്നോയുടെ
VC ആകുന്ന ആദ്യത്തെ വനിത ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഉമ കാംചിലാൽ. ഓപ്ഷൻ എ ഉമ കാംചിലാൽ. 17ാമത്തെ ചോദ്യം, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേധാവിയായിട്ട് നിയമിതനായതാരാണ്? IRDAIയുടെ മേധാവിയായിട്ട് നിയമിതനായത് ആരാ? ഓപ്ഷൻ ഡി ആണ് അജയ് സേത്ത്. ഓപ്ഷൻ ഡി അജയ് സേത്ത്. 18ാമത്തെ ചോദ്യം, മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? ഓപ്ഷൻ സി ആണ് ബെന്യാമിനാണ്. 19ാമത്തെ ചോദ്യം, അടുത്ത വർഷം മുതൽ മധുരപാനീയങ്ങൾക്ക് പഞ്ചസാരയുടെ അളവിനനുസരിച്ച് നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതാ? അടുത്ത വർഷം മുതൽ മധുരപാനീയങ്ങൾക്ക് പഞ്ചസാരയുടെ അളവിനനുസരിച്ച് നികുതി ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ച രാജ്യം ചോദിക്കാം ഏതാ? ഓപ്ഷൻ ബി ആണ് UAE. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ജാർഖണ്ഡ്. 21ാമത്തെ ചോദ്യം, തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലിരുന്ന എത്രാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി? തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലിരുന്ന എത്രാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി? 2ാമത്തെ വ്യക്തിയാണ്. 22ാമത്തെ ചോദ്യം, 2025 ലോകമാന്യ തിലക് അവാർഡിന് അർഹനായതാരാണ്? 2025 ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് ആരാ? ഓപ്ഷൻ എ ആണ് നിതിൻ ഗഡ്കരി. 23ാമത്തെ ചോദ്യം, 2023 വനിതാ ചെസ് ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി. നമ്മൾ ഓൾറെഡി ഇതിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ചാമ്പ്യൻ ആയതും ഇവർ തന്നെയായിരുന്നു. ആരായിരുന്നു? ദിവ്യ ദേശ്മുഖ്. ആരായിരുന്നു? ദിവ്യ ദേശ്മുഖ്. 24ാമത്തെ ചോദ്യം, 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? 77ാം സ്ഥാനമാണ്. 77ാം സ്ഥാനം. 25ാമത്തെ ചോദ്യം, ഡിഗ്രി ലെവലിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇന്ത്യ UK വ്യാപാര കരാർ ഒപ്പുവെച്ചത് എന്നാണ്. ഓർത്തു വെച്ചോ, ചിലപ്പോൾ സെക്രട്ടേറിയറ്റിന് ചോദിക്കാം. ഇന്ത്യ UK വ്യാപാര കരാർ ഒപ്പുവെച്ചത് എന്നാണ്. 2025 ജൂലൈ 24 ഓപ്ഷൻ എ ആണ്. 2025 ജൂലൈ 24 2025 ജൂലൈ മാസത്തിൽ വിയറ്റ്നാമിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? 2025 ജൂലൈ മാസത്തിൽ വിയറ്റ്നാമിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും വീശിയടിച്ച ചുഴലിക്കാറ്റ് ചോദിക്കാം. ഓപ്ഷൻ സി ആണ് വിഫ. ഓപ്ഷൻ സി വിഫയാണ്. 27ാമത്തെ ചോദ്യം, 2025 ജൂലൈ മാസത്തിൽ ചെന്നൈ തീരത്ത് നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താ? 2025 ജൂലൈ മാസത്തിൽ ചെന്നൈ തീരത്ത് നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ജാമാറ്റ. ഓപ്ഷൻ ബി ആണ് ജാമാറ്റ. 28ാമത്തെ ചോദ്യം, 2025 ദേശീയ ശുചിത്വ സർവേയിൽ കേരളത്തിൽ നിന്നും ആദ്യ 100-ൽ ഉൾപ്പെട്ട നഗരങ്ങളുടെ എണ്ണം എത്രയാണ്? 2025 ദേശീയ ശുചിത്വ സർവേയിൽ കേരളത്തിൽ നിന്നും ആദ്യത്തെ 100-ൽ ഉൾപ്പെട്ട നഗരങ്ങളുടെ എണ്ണം ചോദിക്കാം. ഓപ്ഷൻ സി ആണ് 8 നഗരങ്ങളാണ് ഉൾപ്പെട്ടത്. 29ാമത്തെ ചോദ്യം, ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ബാങ്ക് ഏതാണ്? ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ബാങ്ക് ചോദിച്ചാൽ ഏതാ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. SBI ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 30ാമത്തെ ചോദ്യം, ആന മനുഷ്യ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഗജമിത്ര എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാ? ആനയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ഗജമിത്ര എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാ? ഓപ്ഷൻ ഡി ആണ് അസമാണ്. 31ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടത്തിയതിൻ്റെ എത്രാം വാർഷികമാണ് 2025 നടക്കുന്നത്? ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടത്തിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 നടക്കുന്നത്? എത്രാമത്തെയാ? ഓപ്ഷൻ ഡി ആണ് 80ാമത്. 32ാമത്തെ ചോദ്യം, 2025 ബിംസ്റ്റെക് ദുരന്ത നിവാരണ എക്സസൈസിന് വെർച്വലായിട്ട് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാ?
2025 ബിംസ്റ്റെക് ദുരന്ത നിവാരണ എക്സസൈസിന് വെർച്വലായിട്ട് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇന്ത്യയാണ്. 33ാമത്തെ ചോദ്യം, കേരള മുൻ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചതെന്നാണ്. കേരള മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് എന്ന ഓപ്ഷൻ ബി ആണ് 2025 ജൂലൈ 21 കേട്ടോ. 2025 ജൂലൈ 21. ശരാവതി പമ്പ്ഡ് സ്റ്റോറേജ് ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ശരാവതി പമ്പ്ഡ് സ്റ്റോറേജ് ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാ? ഓപ്ഷൻ എ ആണ് കർണാടക. 35ാമത്തെ ചോദ്യം, ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുന്ന രാജ്യം ഏതാ? ഓപ്ഷൻ എ ആണ് ചൈനയാണ്. 36ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയും ശാക്തീകരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ശക്തിശ്രീ എന്ന സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ശക്തിശ്രീ എന്ന സംരംഭം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് ഒഡീഷയാണ്. 37ാമത്തെ ചോദ്യം, രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായിട്ട് സൈന്യം ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായിട്ട് സൈന്യം ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ബിത്ര. 38ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ മലേറിയ വാക്സിൻ ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ മലേറിയ വാക്സിൻ ഏതാ? ഓപ്ഷൻ എ ആണ് ആഡ്വാലിവാക്സ്. ഓപ്ഷൻ എ ആഡ്വാലിവാക്സ്. 39ാമത്തെ ചോദ്യം, 2025 ചാന്ദ്ര ദിനത്തിന്റെ പ്രമേയം എന്താ? 2025 ചാന്ദ്ര ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് വൺ മൂൺ, വൺ വിഷൻ, വൺ ഫ്യൂച്ചർ. 40ാമത്തെ ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആകാശ് പ്രൈം മിസൈൽ പരീക്ഷണം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആകാശ് പ്രൈം മിസൈൽ പരീക്ഷണം നടന്നത് എവിടെ വെച്ചാ? ഓപ്ഷൻ എ ആണ് ലഡാക്കിൽ വെച്ചാണ്. ഓപ്ഷൻ എ ലഡാക്കിൽ. 41ാമത്തെ ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് വെസൽ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് വെസൽ ഏതാ? ഓപ്ഷൻ സി ആണ് നിസ്റ്റാർ. ഓപ്ഷൻ സി നിസ്റ്റാർ. 42ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാ? ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ് മൗസിൻ റാമിൽ. ഓപ്ഷൻ ഡി മൗസിൻ റാം. 43 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ആദ്യത്തെ 100 കേരളത്തിൽ നിന്ന് എത്ര നഗരങ്ങളാണ് ഉൾപ്പെട്ടത്? സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ആദ്യത്തെ 100 കേരളത്തിൽ നിന്ന് എത്ര നഗരങ്ങളാണ് ഉൾപ്പെട്ടത്? ഓപ്ഷൻ എ ആണ് 8 നഗരങ്ങളാണ്. 44ാമത്തെ ചോദ്യം, സൂപ്പർ സ്വച്ഛ് സർവേഷൻ ലീഗ് പുരസ്കാരം 2025 നേടിയ സ്ഥലം ഏതാ? സൂപ്പർ സ്വച്ഛ് സർവേഷൻ ലീഗ് പുരസ്കാരം 2025 നേടിയത് ഏതാ? ഇൻഡോർ ആണ്. ഓപ്ഷൻ എ ആണ് ഇൻഡോർ. 45ാമത്തെ ചോദ്യം, ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സംവിധാനമായിട്ടുള്ള കവച് കേരളത്തിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? നമുക്കറിയാം ഈ കവച് എന്തായിരുന്നു? കവച് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ അവതരിപ്പിച്ച സംവിധാനത്തിന്റെ പേരായിരുന്നു കവച് എന്ന് പറയുന്നത്. അത് കേരളത്തിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്നത് ഏത് റെയിൽപാതയിലാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ്. ഓപ്ഷൻ ഡി എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ്. 46ാമത്തെ ചോദ്യം, പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാ? പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കുന്ന ആദ്യത്തെ രാജ്യം ചോദിച്ചാൽ ഏതാ? ഇന്ത്യയാണ്. ഓപ്ഷൻ ബി ഇന്ത്യയാണ്. 47ാമത്തെ ചോദ്യം, ആദിവാസി സമൂഹങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ജീനോം സീക്വൻസിംഗ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആദിവാസി സമൂഹങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ജീനോം സീക്വൻസിംഗ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഗുജറാത്ത്. 48ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് ഓപ്ഷൻ ഡി ആണ് അസമിലാണ്. 49ാമത്തെ ചോദ്യം,
എല്ലാ ജില്ലകളിലും കുറഞ്ഞത് ഒരു നദിയെങ്കിലും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ വൺ ഡിസ്ട്രിക്റ്റ് വൺ റിവർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാ? എല്ലാ ജില്ലകളിലും കുറഞ്ഞത് ഒരു നദിയെങ്കിലും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ വൺ ഡിസ്ട്രിക്റ്റ് വൺ റിവർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാ? ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശ്. 50-ാമത്തെ ചോദ്യം, ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല ഏതാ? ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാ? ഓപ്ഷൻ എ ആണ് കോഴിക്കോട്. ഓപ്ഷൻ എ കോഴിക്കോട്. 51-ാമത്തെ ചോദ്യം, അടുത്തിടെ സമൃദ്ധ സഹാർ യോജന എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാ? സമൃദ്ധ സഹാർ യോജന എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് ഒഡീഷയാണ്. 52-ാമത്തെ ചോദ്യം, ഉമ്മൻചാണ്ടിയെ കുറിച്ച് വിസ്മയ തീരത്ത് എന്ന പുസ്തകം എഴുതിയതാരാ? ഉമ്മൻചാണ്ടിയെ കുറിച്ച് വിസ്മയ തീരത്ത് എന്ന പുസ്തകം എഴുതിയത് ആരാ? PT ചാക്കോ. ഓപ്ഷൻ ബി PT ചാക്കോ. 53-ാമത്തെ ചോദ്യം, ഓൺലൈനായിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാ? ഓൺലൈനായിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് എന്താ? പോക്കറ്റ് മാർട്ട് അല്ലെ? ഓപ്ഷൻ ഡി പോക്കറ്റ് മാർട്ട്. 54, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ചോദിച്ചാൽ ഏതാ? പാക്യോങ്. ഓപ്ഷൻ ഡി പാക്യോങ്. 55-ാമത്തെ ചോദ്യം, 2025 ജൂലൈ മാസത്തിൽ അന്തരിച്ച മുൻ ധനവൈദ്യുത വകുപ്പ് മന്ത്രി ആരാ? 2025 ജൂലൈ മാസത്തിൽ അന്തരിച്ച മുൻ ധനവൈദ്യുതി വകുപ്പ് മന്ത്രി ആരാ? ഓപ്ഷൻ ബി ആണ് CV പത്മരാജൻ. 56, 2025 ജൂലൈ മാസത്തിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തൺ ഓട്ടക്കാരനാരാ? 2025 ജൂലൈ മാസത്തിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തൺ ഓട്ടക്കാരൻ ചോദിച്ചാൽ ആരാ? ഫൗജ സിംഗ്. ഓപ്ഷൻ ഡി ഫൗജ സിംഗ്. 57, ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാ? ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാ? ഓപ്ഷൻ എ ആണ് യൂലിയ സൊറിഡിൻകോ. 58-ാമത്തെ ചോദ്യം, ദേശീയ തലത്തിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ ISO അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാ? ദേശീയ തലത്തിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന് ISO അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഓപ്ഷൻ എ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. 59, ആസ്തി വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് ഏതാ? ആസ്തി വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് ഓപ്ഷൻ സി ആണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. 60-ാമത്തെ ചോദ്യം, 2025 ജൂലൈ മാസത്തിൽ രാജ്യസഭാ അംഗമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി ആരാണ്? 2025 ജൂലൈ മാസത്തിൽ രാജ്യസഭാ അംഗമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് C സദാനന്ദൻ. 61-ാമത്തെ ചോദ്യം, സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ ബസ് യാത്ര സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഡൽഹി സർക്കാർ ആരംഭിക്കുന്ന സംവിധാനത്തിന്റെ പേരെന്താ? സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ ബസ് യാത്രാ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് ഡൽഹി സർക്കാർ ആരംഭിക്കുന്ന സംവിധാനത്തിന്റെ പേര് എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ് സഹേലി സ്മാർട്ട് കാർഡ്. ഓപ്ഷൻ എ സഹേലി സ്മാർട്ട് കാർഡ്. 62-ാമത്തെ ചോദ്യം, അടുത്തിടെ മഹാരാഷ്ട്രയുടെ സംസ്ഥാന ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ്? അടുത്തിടെ മഹാരാഷ്ട്രയുടെ സംസ്ഥാന ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാ? ഗണേശോത്സവം. ഓപ്ഷൻ ബി ഗണേശോത്സവം. 63, ഒറ്റപ്പെട്ടിരിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ആശ്വാസമേകുന്നതിനും സംസാരിക്കുന്നതിനുമായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താ? ഒറ്റപ്പെട്ടിരിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ആശ്വാസമേകുന്നതിനും സംസാരിക്കുന്നതിനുമായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താ? ഓപ്ഷൻ ബി സല്ലാപം. 64-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേയ്ഡ് പാലം തുറന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേയ്ഡ് പാലം തുറന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് കർണാടക.
65-ാമത്തെ ചോദ്യം പുതുതായിട്ട് നിയമിതരായ ഗവർണർമാരെ ശരിയായ രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹരിയാന, ലഡാക്ക്, ഗോവ ഇവിടുത്തെ ഗവർണർമാർ ആരൊക്കെയാണ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേതാ ഹരിയാന അല്ലെ. ഹരിയാന ഗവർണർ, നിലവിൽ ഹരിയാനയുടെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അഷിം കുമാർ ഘോഷ്. പഠിച്ചു വെച്ചോ, ഡിഗ്രി ലെവലാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ തന്നെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഹരിയാന ഗവർണർ അഷിം കുമാർ ഘോഷ്, ഹരിയാന അഷിം കുമാർ ഘോഷ്. ലഡാക്ക് ലെഫ്റ്റനന്റ് ഗവർണർ ചോദിച്ചാൽ കവീന്ദർ ഗുപ്ത. ലഡാക്കിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ ചോദിച്ചാൽ ആരാ? കവീന്ദർ ഗുപ്തയാണ്. ഗോവ ഗവർണർ ചോദിക്കാം ആരാ? പുസാപതി അശോക് ഗണപതി രാജു എന്നങ്ങ് പഠിച്ചു വെച്ചോ. അശോക് ഗണപതി രാജു ഓർത്തു വെച്ചോ. ഹരിയാന ഗവർണർ ആരാ? അഷിം കുമാർ ഘോഷ്. ലഡാക്ക് കവീന്ദർ ഗുപ്ത. ഗോവ അഷിം കുമാർ ഘോഷ്. 66-ാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്ര ദിവസം ചെലവഴിച്ചാണ് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയും സംഘവും 2025 ജൂലൈ 14 ഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്? എത്ര ദിവസമായിരുന്നു? 18 ദിവസമാണ്. ഓപ്ഷൻ എ ആണ് 18 ദിവസം. സ്റ്റാർ ഇട്ട് വെച്ചോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. 67-ാമത്തെ ചോദ്യം 2025 രൂപീകരണത്തിന്റെ 150-ാം വാർഷികം ആചരിച്ച സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാ? 2025 രൂപീകരണത്തിന്റെ 150-ാം വാർഷികം ആചരിച്ച സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാ? ഓപ്ഷൻ ഡി ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 68-ാമത്തെ ചോദ്യം 2025 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായതാരാ? 2025 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് ആരാ? ഓപ്ഷൻ ഡി ആണ് ചെറുതന ചുണ്ടൻ. 2025 വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയതാരാ? 2025 വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആരാ? ഓപ്ഷൻ ഡി ആണ് യാനിക് സിന്നർ ആട്ടോ. യാനിക് സിന്നർ ആണ്. 70-ാമത്തെ ചോദ്യം അടുത്തിടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിൽ നിന്നുള്ള നിർമ്മിതികൾ ഏതൊക്കെയാണ്? ഈ അടുത്തിടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിൽ നിന്നുള്ള നിർമ്മിതികൾ ഏതാ? ഓപ്ഷൻ സി ആണ് മറാഠ കോട്ടകളാണ്. ഓപ്ഷൻ സി മറാഠ കോട്ടകൾ. 71-ാം ചോദ്യം എം.എസ്. സ്വാമിനാഥൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ചിട്ട് പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടേതാ? എം.എസ്. സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് 100 രൂപ നാണയമാണ്. 72-ാമത്തെ ചോദ്യം കേരളത്തിലെ വാർഡ് പുനർവിഭജനത്തിന് ശേഷം സംസ്ഥാനത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ആകെ വാർഡുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ വാർഡ് പുനർവിഭജനത്തിന് ശേഷം സംസ്ഥാനത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ആകെ വാർഡുകളുടെ എണ്ണം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് 2257. ഓപ്ഷൻ എ 2257. 73-ാമത്തെ ചോദ്യം നീതി ആയോഗിന്റെ നല്ല ആരോഗ്യവും ക്ഷേമവും എന്ന സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ സി ആണ് ഗുജറാത്ത്. 74-ാമത്തെ ചോദ്യം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായ ആദ്യത്തെ വനിതയാരാ? റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായ ആദ്യത്തെ വനിത ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ് സൊണാലി മിശ്രയാട്ടോ. ഓപ്ഷൻ എ സൊണാലി മിശ്ര. 75 ശത്രുക്കളുടെ അതിവേഗ ആളില്ലാ വ്യോമാക്രമണ സംവിധാനങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച എയർ ടു എയർ മിസൈൽ ഏതാ? ശത്രുക്കളുടെ അതിവേഗ ആളില്ല വ്യോമാക്രമണ സംവിധാനങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച എയർ ടു എയർ മിസൈൽ ഓപ്ഷൻ എ ആണ് അസ്ത്രയാണ്. 76-ാമത്തെ ചോദ്യം 2025 വിംബിൾഡൺ ടെന്നീസ് വനിതാ കിരീടം നേടിയതാരാ? 2025 വിംബിൾഡൺ ടെന്നീസ് വനിതാ കിരീടം നേടിയത് ആരാ? ഓപ്ഷൻ ബി ആണ് ഇഗ സ്വൈറ്റക് അല്ലേ? ഓപ്ഷൻ ബി ആണ് ഇഗ സ്വൈറ്റക്. 77-ാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മൈക്രോഗ്രാവിറ്റിയിൽ കാർഷിക പരീക്ഷണം നടത്തിയ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആരാ? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മൈക്രോഗ്രാവിറ്റിയിൽ കാർഷിക പരീക്ഷണം നടത്തിയ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആരാ? ശുഭാംശു ശുക്ല അല്ലെ? ഓപ്ഷൻ സി ആണ് ശുഭാംശു ശുക്ല. 78-ാമത്തെ ചോദ്യം 2025
അഞ്ചിലെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എന്താ? 2025 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. ന്യായവും പ്രതീക്ഷയുമുള്ള ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കുക. 2025 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയമാണ് ന്യായവും പ്രതീക്ഷയുമുള്ള ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കുക. 79ാമത് ചോദ്യം. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതാ? ഇത് കുറച്ച് ദിവസം നമ്മളെ വിമാനത്താവളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നൊക്കെ വാർത്താ പ്രാധാന്യം നേടിയൊരു സംഭവമായിരുന്നു. ചിലപ്പോൾ ചോദിക്കാം. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതാ? ഓപ്ഷൻ ഡി ആണ്. F-35B ആണ്. ഓർത്തു വെച്ചോ, F-35B ആണ്. 80ാമത്തെ ചോദ്യം. പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ പി കേശവദേവ് സ്മാരക പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ഒന്ന് ശശി തരൂറും അതുപോലെ ബൻഷി സാബു ആണ്. 1ഉം 2ഉം ആണ്. അതായത് ശശി തരൂറും ബൻഷി സാബുവും. 81 മഹാരാഷ്ട്ര ഗവൺമെന്റ് ക്ലാസിക്കൽ മറാത്തി ഭാഷാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാ? മഹാരാഷ്ട്ര ഗവൺമെന്റ് ക്ലാസിക്കൽ മറാത്തി ഭാഷാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്. ഒക്ടോബർ 3. 82ാമത്തെ ചോദ്യം. $4 ട്രില്യൺ വിപണി മൂല്യം കടന്ന ലോകത്തിലെ ആദ്യത്തെ പൊതു കമ്പനി ഏതാ? $4 ട്രില്യൺ വിപണി മൂല്യം കടന്ന ലോകത്തിലെ ആദ്യത്തെ പൊതു കമ്പനി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്. NVIDIA. 83ാമത്തെ ചോദ്യം. 2025 ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സതേൺ ക്രോസ് നൽകി ആദരിച്ച രാജ്യം ഏതാ? ഓപ്ഷൻ സി ബ്രസീൽ. 84ാമത്തെ ചോദ്യം. അടുത്തിടെ ഗവൺമെന്റ് സർവീസിൽ സ്ത്രീകൾക്ക് 35% സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാ? ഗവൺമെന്റ് ജോലികളിൽ 35% സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാ? ബീഹാർ ആട്ടോ. ഏതാ? ബീഹാറാണ്. 85ാമത്തെ ചോദ്യം. 2025 MP പോൾ ചെറുകഥാ പുരസ്കാരത്തിന് അർഹയായതാരാ? MP പോൾ ചെറുകഥാ പുരസ്കാരം 2025 ആരാ? ആഷ് അഷിതയാട്ടോ. ഓപ്ഷൻ ബി ആണ്. ആഷ് അഷിത. 86ാമത്തെ ചോദ്യം. ദിനോസറുകളുടെ തുടക്കകാലത്ത് ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന പെട്രോസോറുകളുടെ 20.9 കോടി വർഷം പഴക്കമുള്ള ഫോസിലുകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഏതാ? വടക്കേ അമേരിക്ക. ഓപ്ഷൻ ഡി വടക്കേ അമേരിക്ക. 87ാമത്തെ ചോദ്യം. 2025 ജൂലൈ മാസത്തെ ട്രിനിഡാഡ് ടുബാക്കോ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി കമല പെർസാദിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉപഹാരം ഏതാണ്? അതായത് ട്രിനിഡാഡ് ടുബാക്കോയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകിയ ഉപഹാരം ഏതായിരുന്നു ഉപഹാരം? വെള്ളിയിൽ തീർത്ത അയോധ്യ രാമക്ഷേത്രത്തിന്റെ മാതൃകയായിരുന്നു. 88ാമത്തെ ചോദ്യം. 2026 നടക്കാൻ പോകുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാ? 2026 നടക്കാൻ പോകുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാ? ഓപ്ഷൻ സി നമ്മുടെ ഇന്ത്യയാണ്. 89ാമത്തെ ചോദ്യം. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാ? 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? ഏതാ? ഓപ്ഷൻ സി തൃശ്ശൂര്. 90ാമത്തെ ചോദ്യം. 2025 ജൂലൈ മാസത്തിൽ ഏത് നഗരത്തിന്റെ പ്രതീകാത്മക താക്കോൽ നൽകിയാണ് അർജന്റീന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചത്? 2025 ജൂലൈ മാസത്തിൽ ഏത് നഗരത്തിന്റെ പ്രതീകാത്മക താക്കോൽ നൽകിയിട്ടാണ് അർജന്റീന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചത്? ഏതാ? ഓപ്ഷൻ ഡി ആണ്. ബ്യൂണസ് ഐറിസ്. ബ്യൂണസ് ഐറിസ് എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ അർജന്റീനയുടെ ക്യാപിറ്റലാണ്. 91 അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാ?
അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യം ചോദിക്കാം. ഓപ്ഷൻ ബി ആണ്, റഷ്യയാണ്. 92 കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 93ാമത്തെ ചോദ്യം, പ്രമുഖ വ്യവസായി ഇലോൺ മസ്ക് രൂപീകരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി ഏതാ? മസ്റ്റാണ്, ഉറപ്പായിട്ടും PSC ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കും, ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. പ്രമുഖ വ്യവസായി ഇലോൺ മസ്ക് രൂപീകരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, ദി അമേരിക്കൻ പാർട്ടി ആട്ടോ, ദി അമേരിക്കൻ പാർട്ടി. 94 അണ്ടർ-19 അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാരാണ്? അണ്ടർ-19 അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, വൈഭവ് സൂര്യവംശിയാണ്. 95ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവവെങ്കല ശില്പം അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവവെങ്കല ശില്പം അനാച്ഛാദനം ചെയ്തത് എവിടെയാ? ഓപ്ഷൻ എ ആണ്, രാജരാജേശ്വര ക്ഷേത്രം, തളിപ്പറമ്പ്. 96ാമത്തെ ചോദ്യം, ഗാനയുടെ ഉയർന്ന ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ഗാന ലഭിച്ച ഇന്ത്യൻ നേതാവാരാണ്? ഗാനയുടെ ഉയർന്ന ബഹുമതിയായിട്ടുള്ള ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ഗാന ലഭിച്ച ഇന്ത്യൻ നേതാവ് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, നരേന്ദ്രമോദിയാണ്. 97ാമത്തെ ചോദ്യം, 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാ അല്ലെങ്കിൽ നഗരം ഏതാ? 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, റിയോ ഡി ജനീറോ ഫ്രം ബ്രസീൽ. 98ാമത്തെ ചോദ്യം, പോഷക സമ്പുഷ്ടമായ ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, സ്കൂൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ തുടങ്ങിയവ ലഭ്യമാക്കാനായിട്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ കുടുംബശ്രീ ആരംഭിക്കുന്ന സ്റ്റോറുകളുടെ പേരെന്താ? എന്താ? ഓപ്ഷൻ സി ആണ്, മാ കെയർ. എന്താ? മാ കെയർ. 99ാമത്തെ ചോദ്യം, അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന കർണാടകയിലെ സർവകലാശാല ഏതാ? അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന കർണാടകയിലെ സർവകലാശാലയുടെ പേര് എന്താ? ഓപ്ഷൻ ഡി ആണ്, ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റി ആട്ടോ, ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റി. ഇനി മുതൽ ആരുടെ പേരിൽ അറിയപ്പെടും? മൻമോഹൻ സിംഗിന്റെ പേരിൽ അറിയപ്പെടും. 100ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് നേടിയത് തീർച്ചയായിട്ടും ആരായിരിക്കും? ശുഭാംശു ശുക്ലയാണ്. 101ാമത്തെ ചോദ്യം, 2025 US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാ? ആരാ? ഓപ്ഷൻ ബി ആണ്, 2025 US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാ? ആയുഷ് ഷെട്ടിയാണ്. ഓപ്ഷൻ ഡി ആണ്, ആയുഷ് ഷെട്ടിയാണ്. 2025 ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? ഡിഗ്രി ലെവലിന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യത ഉറപ്പായിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ 2025 ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? ഉൾപ്പെടാത്തത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി ആണ്, അമേരിക്കയും റഷ്യയും ഇതിൽ ഉൾപ്പെടുന്നില്ല. ബാക്കി ഗാന, ബ്രസീൽ, അർജന്റീന, നമീബിയ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അതൊരു രാജ്യത്തിൻ്റെ പേരാണ്. 103ാമത്തെ ചോദ്യം, കേന്ദ്ര ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ കരട് ചട്ടം പ്രകാരം ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏത് നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന്റെ നിറം ഏതാ? പച്ചയും നീലയും ചേർന്നത്. ഓപ്ഷൻ എ ആണ്, പച്ചയും നീലയും ചേർന്നത്. 104ാമത്തെ ചോദ്യം, പണപ്പെരുപ്പം, വ്യാവസായിക ഉൽപാദന വിവരങ്ങൾ, മൊത്തം ആഭ്യന്തര ഉൽപാദനം തുടങ്ങിയ ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാ? ഓപ്ഷൻ സി ആണ്, GOI സ്റ്റാറ്റ്സ് ആട്ടോ. ഓപ്ഷൻ സി ആണ്, GOI സ്റ്റാറ്റ്സ്. 105ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് കേൾവി പരിമിതർക്ക് സ്കൂൾ തലത്തിൽ പ്രത്യേക പാഠപുസ്തകം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് കേൾവി പരിമിതർക്ക് സ്കൂൾ തലത്തിൽ പ്രത്യേക പുസ്തകം പുറത്തിറക്കുന്ന
സംസ്ഥാനമാണ് ഇത് നമ്മുടെ കേരളം അല്ലെ. ഓപ്ഷൻ എ കേരളമാണ്. 106-ാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സ്റ്റേറ്റ് ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സ്റ്റേറ്റ് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, കേരളമാണ്. 107-ാമത്തെ ചോദ്യം, 2025 ജൂലൈ 1 കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ടാമത്തെ തുഷിൽ ക്ലാസ് സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് INS തമാല. ഓപ്ഷൻ സി INS തമാല. 108 സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 109-ാമത്തെ ചോദ്യം, സുപ്രീം കോടതിയിലെ നോൺ ജുഡീഷ്യൽ നിയമനങ്ങളിലും സ്ഥാനക്കയറ്റത്തിലും SC/ST വിഭാഗക്കാർക്ക് ഏർപ്പെടുത്തിയ സംവരണം എത്ര ശതമാനമാണ്? സുപ്രീം കോടതിയിലെ നോൺ ജുഡീഷ്യൽ നിയമനങ്ങളിലും സ്ഥാനക്കയറ്റത്തിലും SC/ST വിഭാഗക്കാർക്ക് ഏർപ്പെടുത്തിയ സംവരണം എത്ര ശതമാനമാണ്? എത്രയാ? ഓപ്ഷൻ സി ആണ്, പട്ടികജാതിക്കാർക്ക് 15%, പട്ടിക വിഭാഗക്കാർക്കാണെങ്കിൽ അത് 7%. ഓപ്ഷൻ സി ആണ്. പട്ടിക SC ആണെങ്കിൽ 15%, ST ആണെങ്കിൽ 7%. 110-ാമത്തെ ചോദ്യം, റെയിൽവേ സേവനങ്ങൾക്കായിട്ട് നിലവിൽ വന്ന ഏകീകൃത ആപ്ലിക്കേഷൻ ഏതാണ്? റെയിൽവേ സേവനങ്ങൾക്കായിട്ട് നിലവിൽ വന്ന ഏകീകൃത ആപ്ലിക്കേഷൻ ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, റെയിൽ 1. ഓപ്ഷൻ സി റെയിൽ 1. 111-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പുതിയ ദേശീയ കായിക നയം പേരെന്താ? ഇന്ത്യയുടെ പുതിയ ദേശീയ കായിക നയത്തിൻ്റെ പേര് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ഖേലോ ഭാരത് നീതി 2025. ഖേലോ ഭാരത് നീതി 2025. 112-ാമത്തെ ചോദ്യം, ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാതലത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താ? ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ജില്ലാതലത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ്, ഓപ്ഷൻ എ ആണ്, വയോസാന്ത്വനമാണ്. ഓപ്ഷൻ എ വയോസാന്ത്വനം. 113-ാമത്തെ ചോദ്യം, സ്കൂളുകളിലെ പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്തുക, ആവശ്യമായ ബോധവൽക്കരണം നൽകുക എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് സ്കൂളുകളിൽ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? സർപ്പപാഠമാണ്. ഓപ്ഷൻ ബി സർപ്പപാഠം. 114, 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി താരം ഏതാ? 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി താരം ഓപ്ഷൻ ബി ആണ്, ദിവി ബിജേഷ് ആട്ടോ. ഓപ്ഷൻ ബി ദിവി ബിജേഷ്. 115-ാമത്തെ ചോദ്യം, അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്താ? അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന ക്യാമ്പയിന്റെ പേര് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, 50+ ആട്ടോ. ഓപ്ഷൻ എ 50+. 116-ാമത്തെ ചോദ്യം, വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് 2 ദിവസം മുമ്പ് നൽകുന്നതിനായിട്ട് കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഉദ്ഘാടനം ചെയ്ത വെബ് അടിസ്ഥാനമാക്കിയുള്ള ഏകീകൃത പ്ലാറ്റ്ഫോം ഏതാ? ഓപ്ഷൻ എ ആണ്, സീ ഫ്ലഡ് ആട്ടോ. ഓപ്ഷൻ എ സീ ഫ്ലഡ്. 117-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റ് ആരാ? ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റ് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ആസ്ത പുനിയ. ഓപ്ഷൻ എ ആസ്ത പുനിയ. 118-ാമത്തെ ചോദ്യം, കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പ്രോട്ടീൻ ഉപഭോഗത്തിൽ രാജ്യത്ത് 1ാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പ്രോട്ടീൻ ഉപയോഗത്തിൽ രാജ്യത്ത് 1ാമത് നിൽക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. ഓപ്ഷൻ എ ആണ്, കേരളമാണ്. ഓപ്ഷൻ ഡി ആണ്, കേരളമാണ്. അടുത്തിടെ ബിഗ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ ബജറ്റ് ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? അടുത്തിടെ ബിഗ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ ബജറ്റ് ബില്ല് പാസാക്കിയ രാജ്യം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ അമേരിക്കയാണ്, USA ആണ്. 120-ാമത്തെ ചോദ്യം, അടുത്തിടെ ജപ്പാൻ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? തന്നിരിക്കുന്നതിൽ ജപ്പാൻ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, ഗോസാറ്റ് GW. ഓപ്ഷൻ ബി ഗോസാറ്റ് GW ആണ്. ഇതിന്റെ ബാക്കി തന്നെയാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ 2020-25
മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇരവികുളം നാഷണൽ പാർക്കാണ്. രണ്ടാമത്തെ ചോദ്യം, ഇവാലുവേഷൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഫോർ 2025 റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഇവാലുവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഫോർ 2020 2020-2025 റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ നമ്മുടെ കേരളമാണ്. മൂന്നാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം? ഓപ്ഷൻ സി സ്മൃതി മന്ദാന. നാലാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ അതിദാരിദ്ര്യരില്ലാത്ത ആദ്യത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിച്ച ജില്ല ഏതാ? സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യരില്ലാത്ത ജില്ലയായിട്ട് പ്രഖ്യാപിച്ച ജില്ല ഏതാ? ഓപ്ഷൻ ബി ആണ്, കോട്ടയം. അഞ്ചാമത്തെ ചോദ്യം, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അതായത് റോയുടെ പുതിയ തലവനായിട്ട് നിയമിതനായതാരാണ്? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ തലവനായിട്ട് നിയമിതനായത് ഓപ്ഷൻ ബി ആണ്, പരാഗ് ജെയിൻ ആട്ടോ, പരാഗ് ജെയിന്. കേരള സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് നിയമിതനായതാരാണ്? നിലവിൽ കേരളത്തിന്റെ DGP ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ബി ആണ്, റവാഡ ചന്ദ്രശേഖർ കേട്ടോ. ഓപ്ഷൻ ബി റവാഡ ചന്ദ്രശേഖർ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏഴാമത്തെ ചോദ്യം, 2025 ജൂൺ മാസത്തിൽ പാർക്ക്, ബീച്ച്, സ്വിമ്മിംഗ് പൂള്, സ്കൂൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? 2025 ജൂൺ മാസത്തിൽ പാർക്ക്, ബീച്ച്, സ്വിമ്മിംഗ് പൂള്, സ്കൂള് തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ചോദിക്കാം. ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ്. എട്ടാമത്തെ ചോദ്യം, സർക്കാർ സംവിധാനത്തിലൂടെ സാർവത്രിക പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാകുന്നത് ഏതാണ്? സർക്കാർ സംവിധാനത്തിലൂടെ സാർവത്രിക പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, നമ്മുടെ കേരളം. ഒൻപതാമത്തെ ചോദ്യം, ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് അർഹനായ വ്യക്തി ആരാണ്? ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡിന് അർഹനായത് ആരാ? ഓപ്ഷൻ ബി ആണ്, ഷാജി പ്രഭാകരൻ. ഓപ്ഷൻ ബി ഷാജി പ്രഭാകരൻ. പത്താമത്തെ ചോദ്യം, ഉത്തർപ്രദേശിലെ ഫത്തേബാദ് നഗരത്തിന്റെ പുതിയ പേരെന്താ? ഉത്തർപ്രദേശിലെ ഫത്തേബാദ് നഗരത്തിന്റെ പുതിയ പേര് ഓപ്ഷൻ സി ആണ്, സിന്ദൂർപുരം ആട്ടോ. ഓപ്ഷൻ സി സിന്ദൂർപുരം. 11ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിയ പുസ്തകം ഏതാ? അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിയ പുസ്തകത്തിന്റെ പേര് ഓപ്ഷൻ സി ആണ്, ദ എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർജ്ഡ് എ ലീഡർ എന്നുള്ളത് കേട്ടോ. ദി എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർജ്ഡ് എ ലീഡർ. 12ാമത്തെ ചോദ്യം, 27ാമത് ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നടിയാരാ? 27ാമത് ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ഓപ്ഷൻ സി ആണ്, മീനാക്ഷി ജയൻ ആണ്. ഓപ്ഷൻ സി മീനാക്ഷി ജയൻ ആണ്. 13ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ്, ശ്രീധരൻ പിള്ള. ഓപ്ഷൻ എ ശ്രീധരൻ പിള്ളയാണ്. 14ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ജലവിതരണത്തിന്റെ ചരിത്രം അടയാളപ്പെടുത്തുന്ന വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ജലവിതരണത്തിന്റെ ചരിത്രം അടയാളപ്പെടുത്തുന്ന വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്നത് ഓപ്ഷൻ സി വെള്ളയമ്പലത്താട്ടോ. ഓപ്ഷൻ സി വെള്ളയമ്പലത്താണ്. ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ആരാ? നമുക്കറിയാം, ശുഭാംശു ശുക്ലയാണ്. 16ാമത്തെ ചോദ്യം, 2025 യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗ പോളിസി നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? 2025 യോഗാ ദിനത്തോടനുബന്ധിച്ചിട്ട് യോഗ പോളിസി നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ഉത്തരാഖണ്ഡ് ആണ്. 17ാമത്തെ ചോദ്യം, 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാ? നാറ്റോ ഉച്ചകോടി 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് നഗരം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഹേഗ് ആണ്. ഓപ്ഷൻ ഡി ഹേഗ് ആണ്.
18ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം നടന്നത് എവിടെ വെച്ച? ഓപ്ഷൻ ഡി ആണ് വിജ്ഞാൻ ഭവൻ, ന്യൂ ഡൽഹി. ഓപ്ഷൻ ഡി, വിജ്ഞാൻ ഭവൻ, ന്യൂ ഡൽഹി. ഇനി 19ാമത്തെ ചോദ്യം, ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇറാന് അടച്ചുപൂട്ടുന്ന കടലിടുക്ക് ഏതാണ്? ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇറാൻ അടച്ചുപൂട്ടാൻ ഒരുങ്ങിയ കടലിടുക്ക് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഹോർമൂസ് കടലിടുക്ക് കേട്ടോ. ഹോർമൂസ് കടലിടുക്കാണ്. 20ാമത്തെ ചോദ്യം, 2025 ജൂനിയർ പുരുഷ വിഭാഗം ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന സ്ഥലം എവിടെയാണ്? 2025 ജൂനിയർ പുരുഷ വിഭാഗം ഹോക്കി ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാ? ഓപ്ഷൻ സി ആണ് തമിഴ്നാട്ടിലാണ്. 21ാമത്തെ ചോദ്യം, അടുത്തിടെ ശ്രീലങ്കൻ പാർലമെന്റിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ മലയാള സിനിമാ നടനാരാണ്? അടുത്തിടെ ശ്രീലങ്കൻ പാർലമെന്റിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ മലയാള സിനിമാ നടൻ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ സി ആണ് മോഹൻലാൽ ആണ്. 22ാമത്തെ ചോദ്യം, ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരെന്താണ്? ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് സുജലം സുലഭമാണ്. ഓപ്ഷൻ എ സുജലം സുലഭമാണ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണ സംഘത്തിന്റെ കീഴിൽ ആരംഭിക്കുന്ന ആദ്യത്തെ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണ സംഘത്തിന്റെ കീഴിൽ ആരംഭിക്കുന്ന ആദ്യത്തെ ഓൺലൈൻ ടാക്സി സർവീസ് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് സഹകാർ ടാക്സി ആണ്. ഓപ്ഷൻ സി സഹകാർ ടാക്സി ആണ്. 24ാമത്തെ ചോദ്യം, 2025 ജൂൺ മാസത്തിൽ നടന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അതായത് നിലവിൽ നിലമ്പൂർ MLA ആരാന്ന് ചോദിച്ചാൽ ആരാ? ആര്യാടൻ ഷൗക്കത്ത് ആട്ടോ. ഓപ്ഷൻ എ ആര്യാടൻ ഷൗക്കത്താണ്. ആരെയാ പരാജയപ്പെടുത്തിയത്? നമ്മുടെ PV അൻവറിനെയും അതേപോലെ M സ്വരാജിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് ആര് വന്നത്? ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചത്. 25ാമത്തെ ചോദ്യം, 2025 ജൂൺ മാസത്തിൽ ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? 2025 ജൂൺ മാസത്തിൽ ഇറാന് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? ഓപ്ഷൻ എ ആണ് ഹാമർ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നാട്ടോ. ഹാമർ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ആണ്. 26ാമത്തെ ചോദ്യം, 2025 ജൂൺ മാസത്തിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? 2025 ജൂൺ മാസത്തിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ആട്ടോ. ഓപ്ഷൻ ഡി ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായതാരാണ്? 2023 കേട്ടോ. 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാ? ഓപ്ഷൻ ബി ആണ് N അശോകൻ ആട്ടോ. ഓപ്ഷൻ ബി N അശോകനാണ്. 28ാമത്തെ ചോദ്യം, സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമഘട്ടത്തിൽ എത്തിയ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും ലഭ്യമാക്കുന്ന വിധത്തിൽ UPSC ആരംഭിക്കുന്ന പോർട്ടലിന്റെ പേരെന്താ? സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമഘട്ടത്തിൽ എത്തിയ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അതുപോലെ സ്വകാര്യ കമ്പനികൾക്കും ലഭ്യമാക്കുന്ന വിധത്തിൽ UPSC ആരംഭിക്കുന്ന പോർട്ടലിന്റെ പേര് എന്താ? ഓപ്ഷൻ ബി ആണ് പ്രതിഭാ സേതു ആട്ടോ. പ്രതിഭാ സേതു. പ്രതിഭാ സേതു. 29ാമത്തെ ചോദ്യം, അടുത്തിടെ നിർത്തലാക്കിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്ന സാഹിത്യ പുരസ്കാരം ഏതാണ്? അടുത്തിടെ നിർത്തലാക്കിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്ന സാഹിത്യ പുരസ്കാരം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് JCB സാഹിത്യ പുരസ്കാരം കേട്ടോ. ഇനി മുതൽ JCB സാഹിത്യ പുരസ്കാരം നൽകുന്നതല്ല. ചൈനയുടെയും പാകിസ്ഥാന്റെയും നീക്കങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് 18 മാസത്തിനകം 52 ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനായിട്ട് ISRO ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താ? ചൈനയുടെയും പാകിസ്ഥാന്റെയും നീക്കങ്ങൾ ഒപ്പിയെടുക്കാൻ 18 മാസത്തിനകം 52 ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായിട്ട് ISRO ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് ഓപ്ഷൻ സി ആണ് SBS നോട്ട് 3 കേട്ടോ. SBS നോട്ട് 3 ആണ്. 2025 ജൂൺ മാസത്തിൽ ബ്രിക്സിന്റെ 10ാമത്തെ പാർട്ട്ണർ രാജ്യമായത് ഏതാ?
ഏത് രാജ്യമാണ് 2025 ജൂൺ മാസത്തിൽ ബ്രിക്സിന്റെ 10ാമത്തെ പാർട്ട്ണർ രാജ്യമായത്? ഏതാ? ഓപ്ഷൻ ഡി ആണ് വിയറ്റ്നാം ആട്ടോ. ഓപ്ഷൻ ഡി വിയറ്റ്നാം. 2025 ജൂൺ മാസത്തിൽ നീറ്റിലിറക്കിയ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഫാസ്റ്റ് പെട്രോൾ വെസൽ ഏതാ? 2025 ജൂൺ മാസത്തിൽ നീറ്റിലിറക്കിയ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഫാസ്റ്റ് പെട്രോൾ വെസൽ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് അച്ചലാണ്. ഓപ്ഷൻ ഡി അച്ചൽ. 33ാമത്തെ ചോദ്യം, 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താ? 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ എന്താ? ഓപ്ഷൻ സി ആണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. 34ാമത്തെ ചോദ്യം, 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാഘോഷ പരിപാടികൾ നടന്നത് എവിടെയാണ്? 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗാ ദിന ആഘോഷ പരിപാടികൾ നടന്നത് എവിടെ വെച്ച? ഓപ്ഷൻ ഡി ആണ് വിശാഖപട്ടണത്ത് വെച്ച് കേട്ടോ. 35ാമത്തെ ചോദ്യം, 2026 അന്താരാഷ്ട്ര വനിതാ T20 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2026 അന്താരാഷ്ട്ര വനിതാ T20 ലോകകപ്പിന് വേദിയാകുന്നത് എവിടെ വെച്ച? ഓപ്ഷൻ സി ആണ് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. 36ാമത്തെ ചോദ്യം, മെറ്റ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് നിയമിതനായതാരാ? മെറ്റയുടെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ഓപ്ഷൻ സി ആണ് അരുൺ ശ്രീനിവാസ്. 37ാമത്തെ ചോദ്യം, 2025 ജൂൺ മാസത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയോജക മണ്ഡലം നമ്മളിപ്പോൾ പറഞ്ഞു ഏതായിരുന്നു? അവിടുത്തെ MLA ആണ് ആരെന്ന് പറഞ്ഞു നമ്മൾ? ആര്യാടൻ ഷൗക്കത്ത് അല്ലെ. ഏത് മണ്ഡലത്തിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്? ഓപ്ഷൻ ബി ആണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ്. UN പൊതുസഭ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാ? UN പൊതുസഭ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാ? ഓപ്ഷൻ സി ആണ് 2026 ആണ്. ഇനി ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ക്രിക്കറ്റ് പരമ്പരയിലെ വിജയികൾക്ക് നൽകുന്ന പട്ടൗഡി ട്രോഫിയുടെ പുതിയ പേരെന്താ? ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ക്രിക്കറ്റ് പരമ്പരയിലെ വിജയികൾക്ക് നൽകുന്ന പട്ടൗഡി ട്രോഫിയുടെ പുതിയ പേര് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫി ആട്ടോ. സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതാണ്? ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതാ? ഓപ്ഷൻ എ ആണ് INS അർണാല കേട്ടോ. ഓപ്ഷൻ എ INS അർണാല. 41 പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതു സ്വത്തല്ല എന്ന പ്രസ്താവന നടത്തിയ ഹൈക്കോടതി ഏതാ? പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതു സ്വത്തല്ല എന്ന പ്രസ്താവന നടത്തിയ ഹൈക്കോടതി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് കേരള ഹൈക്കോടതിയാണ്. 42ാമത്തെ ചോദ്യം, 1999 ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരമാരാണ്? 1999 ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ചോദിക്കാം. ഓപ്ഷൻ എ ആണ് പി മാളവിക കേട്ടോ. പി മാളവിക. 43ാമത്തെ ചോദ്യം, UN പൊതുസഭ ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് യൂണിലാറ്ററൽ കൊയേഴ്സീവ് മെഷർ ആയിട്ട് പ്രഖ്യാപിച്ച ദിവസം ഏതാണ്? അതായത് ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് യൂണിലാറ്ററൽ കൊയേഴ്സീവ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഏകപക്ഷീയമായൊരു തീരുമാനങ്ങൾ എന്നൊക്കെ പറയൂലേ, അതിനെതിരായിട്ട് പ്രഖ്യാപിച്ച ദിവസം ഏതാ? ഓപ്ഷൻ ബി ആണ് ഡിസംബർ 4 കേട്ടോ. ഓപ്ഷൻ ബി ഡിസംബർ 4 ആണ്. 44 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായതാരാ? 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായത് ഓപ്ഷൻ ഡി ആണ് കങ്കണ റണാവത്ത്. ഓപ്ഷൻ ഡി കങ്കണ റണാവത്ത്. 45 ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്തായിരുന്നു? ഇറാനിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ് ഓപ്പറേഷൻ സിന്ധു എന്നാണ് കേട്ടോ. ഓപ്പറേഷൻ സിന്ധു എന്നായിരുന്നു. 2025 G7 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാ? 2025 G7 ഉച്ചകോടിക്ക് വേദിയായത് ഓപ്ഷൻ ഡി ആണ് കാനഡയാണ്. 47 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിലെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ സി ആണ് ശ്രീജിത്ത് മുത്തേടമാണ്. ഓപ്ഷൻ സി ശ്രീജിത്ത് മുത്തേടമാണ്.
48ാമത്തെ ചോദ്യം 2025 ജൂൺ മാസത്തില് സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കാരിയോസ് നൽകി ആദരിച്ച ഇന്ത്യക്കാരൻ ആരാ? ഓപ്ഷൻ സി ആണ്, നരേന്ദ്ര മോദിയാണ്. 49ാമത്തെ ചോദ്യം 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അഖിൽ പി ധർമ്മജനെ അർഹനാക്കിയ കൃതി ഏതാ? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അഖിൽ പി ധർമ്മജനെ അർഹനാക്കിയ കൃതി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, റാം കെയർ ഓഫ് ആനന്ദിയാണ്. 50ാമത്തെ ചോദ്യം ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് നേടിയ മലയാളി ആരാ? ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് നേടിയ മലയാളി ആരാ? ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് നേടിയ മലയാളി ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, സുരേഷ് എറിയാട്ട്. ഓപ്ഷൻ സി, സുരേഷ് എറിയാട്ട്. 51ാമത്തെ ചോദ്യം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ രക്തബാങ്കുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ട് ആരംഭിക്കുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഏതാ? സംസ്ഥാനത്തെ എല്ലാ സർക്കാർ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ട് ആരംഭിക്കുന്ന കേന്ദ്രീകൃത സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഏതാ? ഓപ്ഷൻ ഡി ആണ്, ജീവധാരയാണ്. ഓപ്ഷൻ ഡി, ജീവധാര. 52 വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാ? വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, സല്ലാപം. 53ാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്ന ഏതാ? സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഏതാ? ഓപ്ഷൻ എ ആണ്, ആറളം വന്യജീവി സങ്കേതമാണ്. 54ാമത്തെ ചോദ്യം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ സംവിധാനം ഏതാ? സംസ്ഥാനത്തെ ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ സംവിധാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, റേഡിയോ നെല്ലിക്ക. ഓപ്ഷൻ ഡി, റേഡിയോ നെല്ലിക്ക. 55 ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം ആൻഡ് ആർട്ടിഫിഷ്യൽ പവിഴപ്പുറ്റ് നിലവിൽ വരുന്നത് എവിടെയാ? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം ആൻഡ് ആർട്ടിഫിഷ്യൽ പവിഴപ്പുറ്റ് നിലവിൽ വരുന്നത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ്, INS ഗുൽദാർ. ഓപ്ഷൻ ഡി, INS ഗുൽദാർ. 56ാമത്തെ ചോദ്യം 2025 ഇ സ്പോർട്സ് ലോകകപ്പിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് നിയമിതനായതാരാണ്? 2025 ഇ സ്പോർട്സ് ലോകകപ്പിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് നിയമിതനായത് ആരാ? ഓപ്ഷൻ എ ആണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓപ്ഷൻ എ, ക്രിസ്ത്യാനോ റൊണാൾഡോ. 57 2025 ജൂൺ മാസത്തിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സ്ഥാനം എത്രയാണ്? ഓർക്കുക, 2025 ജൂൺ മാസത്തിലെ കണക്കാണ്. 2025 ജൂൺ മാസത്തിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സ്ഥാനം ചോദിക്കാം. എത്രയാ? 133. ഓപ്ഷൻ ഡി, 133. 58ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് പരിസ്ഥിതി പാർക്ക് സ്ഥാപിതമാക്കുന്നത് എവിടെയാണ്? ഇ വേസ്റ്റ് പരിസ്ഥിതി പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് പരിസ്ഥിതി പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ്, ന്യൂഡൽഹിയിലാണ്. 59ാമത്തെ ചോദ്യം പുതുതായിട്ട് ഗ്രേറ്റർ ഫ്ലമിംഗോ സാങ്ച്വറി സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? പുതുതായിട്ട് ഗ്രേറ്റർ ഫ്ലമിംഗോ സാങ്ച്വറി സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ചോദിക്കാം. ഓപ്ഷൻ ബി, തമിഴ്നാട്. ഓപ്ഷൻ ബി, തമിഴ്നാട്. 60ാമത്തെ ചോദ്യം 2025 മുതലുള്ള 35 വർഷ കാലയളവിലെ ജലവൈദ്യുതി ദശകമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? 2025-35 വർഷ കാലയളവിനെ ജലവൈദ്യുതി ദശകമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാ? ഓപ്ഷൻ ബി ആണ്, അരുണാചൽ പ്രദേശ്. 61ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ബ്രാഞ്ച് ക്യാമ്പസ് ആരംഭിക്കുന്നതിനായിട്ട് അനുമതി ലഭിച്ച ആദ്യത്തെ സ്കോട്ടിഷ് സർവകലാശാല ഏതാ? ഇന്ത്യയിൽ ബ്രാഞ്ച് ക്യാമ്പസ് ആരംഭിക്കുന്നതിനായിട്ട് അനുമതി ലഭിച്ച ആദ്യത്തെ സ്കോട്ടിഷ് സർവകലാശാല ഓപ്ഷൻ ഡി ആണ്, അബർദീൻ സർവകലാശാല. ഓപ്ഷൻ ഡി, അബർദീൻ സർവകലാശാല. ഇനി ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവിന്റെ 76ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് സർ പദവി ലഭിച്ച മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാരാണ്?
ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവിന്റെ 76ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് സർ പദവി ലഭിച്ച മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരം ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ബി ആണ് ഡേവിഡ് ബെക്കാം ആട്ടോ. ഡേവിഡ് ബെക്കാം ആണ്. 63ാമത്തെ ചോദ്യം, കേരള സർവകലാശാലയുടെ പുരാവസ്തു ശാസ്ത്ര വിഭാഗം അടുത്തിടെ 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം ഏതാ? കേരള സർവകലാശാലയുടെ പുരാവസ്തു ശാസ്ത്ര വിഭാഗം അടുത്തിടെ 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് കച്ച് ട്ടോ. ഗുജറാത്തിലെ കച്ച് ആണ്. 64ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാ? ഇന്ത്യയിലെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളമാണ്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ടീം ഏതാണ്, അല്ലെങ്കിൽ രാജ്യം ഏതാണ്? 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് ദക്ഷിണാഫ്രിക്ക ആട്ടോ. ഓപ്ഷൻ സി ദക്ഷിണാഫ്രിക്കയാണ്. 66 ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ സംയുക്ത സൈനിക മേധാവി ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ സി ആണ് മുഹമ്മദ് ബാഘേരി ആട്ടോ. ഓപ്ഷൻ സി മുഹമ്മദ് ബാഘേരി. 67ാമത്തെ ചോദ്യം, അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം അന്വേഷിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച 12 അംഗ സമിതിയുടെ തലവൻ ആരാണ്? അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം അന്വേഷിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച 12 അംഗ സമിതിയുടെ തലവൻ ചോദിക്കാം. ഓപ്ഷൻ എ ആണ് ഗോവിന്ദ് മോഹൻ ആട്ടോ. ഓപ്ഷൻ എ ഗോവിന്ദ് മോഹൻ ആണ്. 2025 ജൂൺ മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പരിശീലകനായിരുന്ന ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ആരാണ്? 2025 ജൂൺ മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പരിശീലകനായിരുന്ന ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് സണ്ണി തോമസ് ആണ്. 69ാമത്തെ ചോദ്യം, 2025 വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2025 വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കാം. ഓപ്ഷൻ എ ആണ് 131 ആണ്. 131 ആണ്. 70ാമത്തെ ചോദ്യം, 2025 ജൂൺ മാസത്തിൽ യുണൈറ്റഡ് നാഷൻസ് ഓഷ്യൻ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? 2025 ജൂൺ മാസത്തിൽ യുണൈറ്റഡ് നാഷൻസ് ഓഷ്യൻ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാ? ഓപ്ഷൻ ബി ആണ് നൈസിലാട്ടോ. എവിടെയാ? നൈസ് ആണ്. 71ാമത്തെ ചോദ്യം, ഇറാന് നേരെയുള്ള ആക്രമണത്തിന് ഇസ്രയേൽ നൽകിയ പേരെന്താ? ഇറാന് നേരെയുള്ള ആക്രമണത്തിന് ഇസ്രയേൽ നൽകിയ പേര് എന്താ? ഓപ്ഷൻ സി ആണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ്. ഓപ്ഷൻ സി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ്. 72ാമത്തെ ചോദ്യം, 2025 ജൂൺ മാസത്തിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഗോവയിൽ നിന്നുള്ള ഉൽപ്പന്നം ഏതാണ്? 2025 ജൂൺ മാസത്തിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഗോവയിൽ നിന്നുള്ള ഉൽപ്പന്നം ചോദിക്കാം. ഓപ്ഷൻ സി ആണ് ഫെനി ആട്ടോ. ഓപ്ഷൻ സി ഫെനി ആണ്. 73 നാസയുടെ ആക്സിയം 4 ബഹിരാകാശ മിഷനിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? നാസയുടെ ആക്സിയം 4 ബഹിരാകാശ മിഷനിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ചോദിക്കാം. ഓപ്ഷൻ സി ആണ് കേരള കാർഷിക സർവകലാശാല. 74ാമത്തെ ചോദ്യം, ഉന്നത ബ്രിട്ടീഷ് ബഹുമതിയായ CBE പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഉന്നത ബ്രിട്ടീഷ് ബഹുമതിയായ CBE പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ചോദിക്കാം. ഓപ്ഷൻ ബി ലീന നായർ. ലീന നായർ ആണ്. 75ാമത്തെ ചോദ്യം, അഹമ്മദാബാദ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാണ്? അഹമ്മദാബാദ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് വിജയ് രൂപാണി അല്ലെ. ഓപ്ഷൻ എ വിജയ് രൂപാണി. 76ാമത്തെ ചോദ്യം, 2025 ജൂൺ 12 തകർന്നു വീണ എയർ ഇന്ത്യയുടെ യാത്രാ വിമാനം ഏതാണ്? 2025 ജൂൺ 12 ഡേറ്റ് ഓർത്തു വെച്ചോ. 2025 ജൂൺ 12 തകർന്നു വീണ എയർ ഇന്ത്യയുടെ യാത്രാ വിമാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് AI-171 അല്ലെ. 77ാമത്തെ ചോദ്യം, ദുരന്ത നിവാരണ മേഖലയിലെ സമഗ്ര സംഭാവനക്ക് UN നൽകുന്ന സസാകാവ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ആരാണ്? ദുരന്ത നിവാരണ മേഖലയിലെ സമഗ്ര സംഭാവനക്ക് UN നൽകുന്ന
സസാക്കാവ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ബി ആണ് മൃത്യുഞ്ജയ് മഹാപാത്ര. 78ാമത്തെ ചോദ്യം, 2025 ജൂൺ മാസത്തിൽ നടന്ന തായ്വാൻ ഓപ്പൺ അത്ലറ്റിക്സിൽ മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? 2025 ജൂൺ മാസത്തിൽ നടന്ന തായ്വാൻ ഓപ്പൺ അത്ലറ്റിക്സിൽ മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഇന്ത്യയാണ്. 79ാമത്തെ ചോദ്യം, മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായിട്ട് നിയമിതനായ ബോളിവുഡ് സിനിമാ താരമാരാണ്? മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായിട്ട് നിയമിതനായ ബോളിവുഡ് സിനിമാ താരം ഓപ്ഷൻ എ ആണ് കത്രീന കൈഫ്. 80ാമത്തെ ചോദ്യം, 2025 ജൂൺ മാസത്തിൽ അറബിക്കടലിൽ കണ്ണൂരിലെ അഴീക്കൽ തീരത്തിനടുത്ത് കത്തിയമർന്ന ചരക്ക് കപ്പൽ ഏതാണ്? 2025 ജൂൺ മാസത്തിൽ അറബിക്കടലിൽ കണ്ണൂരിലെ അഴീക്കൽ തീരത്തിനടുത്ത് കത്തിയമർന്ന ചരക്ക് കപ്പൽ ഏതാ? ഓപ്ഷൻ എ ആണ് MV വാൻഹായ് 503 ആണ്. 81ാമത്തെ ചോദ്യം, 2023-25 വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2023-25 വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് വേദിയായ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇംഗ്ലണ്ട് ആട്ടോ. ഓപ്ഷൻ ബി ഇംഗ്ലണ്ടിലാണ്. 82ാമത്തെ ചോദ്യം, ലോകബാങ്കിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം 2022-23 വർഷത്തിൽ ഇന്ത്യയിൽ അതിദരിദ്രരുടെ എണ്ണം എത്ര ശതമാനമാണ്? ഇന്ത്യയിലെ അതിദരിദ്രരുടെ ശതമാനം എത്രയാണ്? ഓപ്ഷൻ എ ആണ് 5.25 ആട്ടോ. 5.25%. ഇനി വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം ഉപഭോക്താവിന് തന്നെ പരിശോധിക്കാനായിട്ട് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം ഉപഭോക്താവിന് തന്നെ പരിശോധിക്കാനായിട്ട് പുറത്തിറങ്ങുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് മെഡ് വാച്ച് ആട്ടോ. ഓപ്ഷൻ സി മെഡ് വാച്ച്. 84ാമത്തെ ചോദ്യം, 2025 ജൂൺ മാസത്തിൽ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യക്കാരനാരാണ്? 2025 ജൂൺ മാസത്തിൽ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ് മഹേന്ദ്ര സിംഗ് ധോണി ആട്ടോ. ഓപ്ഷൻ എ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 85ാമത്തെ ചോദ്യം, 2025 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായതാരാണ്? 2025 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഓപ്ഷൻ എ ആണ് മാഗ്നസ് കാൾസൺ ആട്ടോ. മാഗ്നസ് കാൾസൺ ആണ്. 86ാമത്തെ ചോദ്യം, 2025 ജൂൺ മാസത്തിൽ ലാൻഡിങ്ങിനിടെ പരാജയപ്പെട്ട റെസിലിയൻസ് ഏത് രാജ്യത്തെ സ്വകാര്യ കമ്പനിയുടെ പേടകമാണ്? 2025 ജൂൺ മാസത്തിൽ ലാൻഡിങ്ങിനിടെ പരാജയപ്പെട്ട റെസിലിയൻസ് എന്നത് ഏത് രാജ്യത്തെ സ്വകാര്യ കമ്പനിയുടെ പേടകമാണ്? ഓപ്ഷൻ ഡി ആണ് ജപ്പാൻ ആട്ടോ. ജപ്പാനാണ്. ഇന്ത്യയുടെ കിരീടത്തിലെ രത്നം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച പ്രദേശം ഏതാണ്? ഓർത്തുവെച്ചോ, ഇന്ത്യയുടെ കിരീടത്തിലെ രത്നം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച പ്രദേശം ചോദിക്കാം. ഓപ്ഷൻ സി ആണ് കശ്മീർ ആട്ടോ. കശ്മീർ ആണ്. 88 2025 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാ? 2025 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാ? ഓപ്ഷൻ ബി ആണ് കാർലോസ് അൽക്കാരസ് ആണ്. 89ാമത്തെ ചോദ്യം, രാജ്യത്തെ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? രാജ്യത്തെ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിക്കാം. ഓപ്ഷൻ എ ആണ് 11ാം സ്ഥാനമാണ്. 90ാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ തലവനായിട്ട് നിയമിതനായതാരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ തലവനായിട്ട് നിയമിതനായത് ഓപ്ഷൻ ബി ആണ് എസ് മഹേന്ദ്രദേവ്. ഓപ്ഷൻ ബി എസ് മഹേന്ദ്രദേവ്. നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അടുത്തിടെ മിനിമം തൊഴിൽ സമയം 10 മണിക്കൂറായിട്ട് പുനർനിർണയിച്ച സംസ്ഥാനം ഏതാണ്? നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അടുത്തിടെ മിനിമം തൊഴിൽ സമയം 10 മണിക്കൂറായിട്ട് പുനർനിർണയിച്ച സംസ്ഥാനം ചോദിക്കാം. ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. 92ാമത്തെ ചോദ്യം, 2025 G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? 2025 G7 ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ ബി ആണ് കനാസ്കിസ് കേട്ടോ. ഓപ്ഷൻ കനാനാസ്കിസ് അല്ലെ. ഓപ്ഷൻ ബി കനാനാസ്കിസ്. 93ാമത്തെ ചോദ്യം,
രാജ്യത്തെ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? രാജ്യത്തെ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര. 94 പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ഏതാണ്? ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ചോദിച്ചാൽ ഏതാ? എൻവിഡിയ. ഓപ്ഷൻ എ ആണ് എൻവിഡിയ. 95-ാമത്തെ ചോദ്യം 2025 ജൂൺ മാസത്തിൽ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽ പാലം ഏതാണ്? 2025 ജൂൺ മാസത്തിൽ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽ പാലം ചോദിക്കാം ഏതാ? ഓപ്ഷൻ ഡി ആണ് അഞ്ചിഗഡ് പാലമാണ്. ഓപ്ഷൻ ഡി അഞ്ചിഗഡ് പാലമാണ്. 96 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാ? ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ. ഓപ്ഷൻ എ രാജസ്ഥാന്. 97 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ADD ക്യാമ്പ് ADC ആദ്യത്തെ വനിതാ നാവികസേന ഉദ്യോഗസ്ഥയാരാം? ADD ക്യാമ്പിലെ ആദ്യ വനിതാ നാവികസേന ഉദ്യോഗസ്ഥ ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് യശസ്വി സോളങ്കി ആട്ടോ. ഓപ്ഷൻ ഡി യശസ്വി സോളങ്കി. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാം? 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഓപ്ഷൻ സി ആണ് കൊക്കോ ഗൗഫ്. ഓപ്ഷൻ സി കൊക്കോ ഗൗഫ്. 99-ാമത്തെ ചോദ്യം 2025 ജൂൺ മാസത്തിൽ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ സൈറ്റുകൾ ഏതൊക്കെയാണ്? 2025 ജൂൺ മാസത്തിൽ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ സൈറ്റുകൾ ചോദിക്കാം ഏതൊക്കെയാ? ഗിച്ചനും അതേപോലെ മേനാറും ആട്ടോ. ഗിച്ചനും അതുപോലെ മേനാർ 1, 2 ആണ്. ഗിച്ചനും മേനാറ്. 100-ാമത്തെ ചോദ്യം ലഹരി മാഫിയകളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാനായിട്ട് എക്സൈസും പോലീസും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താ? ലഹരി മാഫിയകളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനായിട്ട് എക്സൈസും പോലീസും സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ഓപ്ഷൻ സി ആണ് രക്ഷാ കവചം ആട്ടോ. ഓപ്ഷൻ സി രക്ഷാ കവചം. 101-ാമത്തെ ചോദ്യം മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാ? ഓപ്ഷൻ ഡി ആണ് സുധാ റെഡ്ഡി ആണ്. ഓപ്ഷൻ ഡി സുധാ റെഡ്ഡി ആണ്. 102-ാമത്തെ ചോദ്യം 2025 മെയ് മാസത്തിൽ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആരാ? 2025 മെയ് മാസത്തിൽ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ചോദിക്കാം ആരാ? ഓപ്ഷൻ ബി ആണ് വാൽമീക് ദാപ്പർ ആട്ടോ. ഓപ്ഷൻ ബി വാൽമീക് ദാപ്പർ. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ മേധാവിയായിട്ട് നിയമിതനായതാരാം? ദക്ഷിണ വ്യോമ കമാൻഡിന്റെ മേധാവിയായിട്ട് നിയമിതനായത് ഓപ്ഷൻ സി ആണ് മനീഷ് ഖന്ന. ഓപ്ഷൻ സി മനീഷ് ഖന്ന. 2025 ഫോർമുല 1 സ്പാനിഷ് ഗ്രാൻഡ് പ്രി കിരീടം നേടിയതാരാം? 2025 ഫോർമുല 1 സ്പാനിഷ് ഗ്രാൻഡ് പ്രി കിരീടം നേടിയത് ആരാ? ഓപ്ഷൻ ബി ആണ് ഓസ്കാർ പിയാസ്ട്രി ആട്ടോ. ഓപ്ഷൻ ബി ഓസ്കാർ പിയാസ്ട്രി. ഇനി ഈ വർഷത്തെ ഉള്ളൂർ പുരസ്കാരത്തിന് അർഹനായതാരാം? ഈ വർഷത്തെ ഉള്ളൂർ പുരസ്കാരത്തിന് അർഹനായത് ആരാ? മഞ്ജു വെള്ളായനി ആട്ടോ. ഓപ്ഷൻ ഡി മഞ്ജു വെള്ളായനി. ഇനി 2025 IPL കിരീടം നേടിയതാരാം? 2025 IPL കിരീടം നേടിയതാരായിരുന്നു? RCB അല്ലെ, റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. 107-ാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് ഓപ്ഷൻ എ ആണ് കണ്ണൂരാട്ടോ. ഓപ്ഷൻ എ കണ്ണൂരാണ്. 108-ാമത്തെ ചോദ്യം അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? മൗണ്ട് എറ്റ്ന ഇത് ഇടക്കിടക്ക് പൊട്ടുന്നു അല്ലേ. മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം ഏത് രാജ്യത്താ? ഓപ്ഷൻ എ ആണ് ഇറ്റലിയിലാണ്. 109-ാമത്തെ ചോദ്യം 2025 മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താ? ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര് ഓപ്ഷൻ ബി ആണ് നൊമാഡിക് എലഫന്റ്. ഓപ്ഷൻ ബി നൊമാഡിക് എലഫന്റ് ആണ്. 110-ാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ
പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ബി ആണ് അലീന ബെയർബോക്ക് കേട്ടോ. അനലീന ബെയർബോക്ക്. 2026 വനിതാ T20 ലോകകപ്പിന് വേദിയാകുന്നത് നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞു, എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലാണ്. 112ാമത്തെ ചോദ്യം, മലയാളം സർവകലാശാലയുടെ VC ആയിട്ട് നിയമിതനായതാരാ? മലയാളം സർവകലാശാലയുടെ VC ആയിട്ട് നിയമിതനായതാരായിരുന്നു? ഓപ്ഷൻ സി ആണ് CR പ്രസാദ് കേട്ടോ. ആരാ? CR പ്രസാദ്. 113ാമത്തെ ചോദ്യം, ബംഗ്ലാദേശിന്റെ കറൻസി നോട്ടിൽ നിന്നും അടുത്തിടെ ചിത്രം ഒഴിവാക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാ? ബംഗ്ലാദേശിന്റെ കറൻസി നോട്ടിൽ നിന്നും അടുത്തിടെ ചിത്രം ഒഴിവാക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് ചോദിക്കാം. ആരാ? ഓപ്ഷൻ സി ആണ് മുജീബുർ റഹ്മാൻ കേട്ടോ. ഓപ്ഷൻ സി മുജീബുർ റഹ്മാൻ ആണ്. 114ാമത്തെ ചോദ്യം, 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താ? 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കേട്ടോ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. മാരകമായതും ഭേദമാകാത്തതുമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് മരണം തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകുന്നതിനായിട്ടുള്ള അസിസ്റ്റഡ് ഡൈയിങ് ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാ? മാരകമായതും ഭേദമാകാത്തതുമായിട്ടുള്ള അസുഖമുള്ളവർക്ക് മരണം തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകുന്നതിനായിട്ടുള്ള അസിസ്റ്റഡ് ഡൈയിങ് ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാ? ഓപ്ഷൻ ബി ആണ് ഫ്രാൻസ് ആട്ടോ. ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ്. 116ാമത്തെ ചോദ്യം, ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ഓപ്ഷൻ ഡി ആണ് ലീ ജെയ് മ്യൂങ് ആട്ടോ. ഓപ്ഷൻ ഡി ലീ ജെയ് മ്യൂങ് ആണ്. 117ാമത്തെ ചോദ്യം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അംഗമായ 101ാമത്തെ രാജ്യം ഏതാ? WTOയിൽ അംഗമായ 101ാമത്തെ രാജ്യം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് നിക്കരാഗ്വ കേട്ടോ. ഓപ്ഷൻ സി നിക്കരാഗ്വ. 118ാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം ഏതാ? ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം ഏതാ? ഓപ്ഷൻ ബി ആണ് ചെനാബ് പാലമാണ്. ഓപ്ഷൻ ബി ചെനാബ് പാലമാണ്. 119, അടുത്തിടെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി മുജീബുർ റഹ്മാൻ ഏത് രാജ്യക്കാരനാണ്? അടുത്തിടെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി മുജീബുർ റഹ്മാൻ ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ സി ആണ് ബംഗ്ലാദേശ് ആണ്. 120ാമത്തെ ചോദ്യം, സുഖോയ് വിമാനം അതിന്റെ സോഴ്സ് കോഡ് സഹിതം ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്ത രാജ്യം ഏതാ? സുഖോയ് വിമാനം അതിന്റെ സോഴ്സ് കോഡ് സഹിതം ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്ത രാജ്യം ചോദിക്കാം. ഏതാ? റഷ്യ അല്ലെ. ഓപ്ഷൻ ബി റഷ്യയാണ്. 121ാമത്തെ ചോദ്യം, അടുത്തിടെ കേരള സ്പൈസസ് ബോർഡ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പുതിയ ഉൽപ്പന്നം ഏതാ? അടുത്തിടെ കേരള സ്പൈസസ് ബോർഡ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പുതിയ ഉൽപ്പന്നം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഉണക്കിയ ഉലുവ ഇലയാട്ടോ. ഓപ്ഷൻ എ ഉണക്കിയ ഉലുവ ഇലയാണ്. 122, ആക്സിയം 4 മിഷനിൽ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന അരയന്നപ്പാവ ഏതാണ്? ആക്സിയം 4 മിഷനിൽ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന അരയന്നപ്പാവ ചോദിക്കാം. ഓപ്ഷൻ എ ആണ് ജോയ് ആട്ടോ. ഓപ്ഷൻ എ ജോയ് ആണ്. ഇനി അടുത്ത ചോദ്യം, 7 ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനാരാണ്? 7 ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആരാ? ഓപ്ഷൻ ബി ആണ് വിശ്വനാഥ് കാർത്തികേയ് പടക്കാണ്ടി. രണ്ടാമത്തെ ചോദ്യം, 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 2 ആണ്. മൂന്നാമത്തെ ചോദ്യം, 2025 മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ്? 2025 മിസ് വേൾഡ് കിരീടം നേടിയത് ഓപ്ഷൻ സി ആണ് ഒപ്പാൽ സുജത ചുവാങ്ശ്രീ. ഓപ്ഷൻ സി ആണ്. നാലാമത്തെ ചോദ്യം, ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായിട്ട് ചൈന ആരംഭിച്ച ദൗത്യത്തിന്റെ പേരെന്താണ്? ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കാനായിട്ട് ചൈന ആരംഭിച്ച ദൗത്യത്തിന്റെ പേര് ഓപ്ഷൻ ഡി ആണ് ടിയാൻവെൻ 2 ആണ്. ടിയാൻവെൻ 2 ആണ്. അഞ്ചാമത്തെ ചോദ്യം, മുഴുവൻ ആവശ്യങ്ങൾക്കും സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായത് ഏതാണ്?
മുഴുവൻ ആവശ്യങ്ങൾക്കും സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയായിട്ട് മാറിയത് ഓപ്ഷൻ സി ആണ്, ദിയു ആണ് അല്ലേ. ദാമൻ ദിയുവിലെ ദിയു ആണ്. ആറാമത്തെ ചോദ്യം, രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിൽ ആദ്യത്തെ 100-ൽ നേടിയ കേരളത്തിലെ പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിൽ ആദ്യത്തെ 100-ൽ നേടിയ കേരളത്തിലെ പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? 1 പാറശാല പഞ്ചായത്തും 2 പൂവച്ചൽ പഞ്ചായത്തും കേട്ടോ. പാറശാല പഞ്ചായത്തും അതുപോലെ പൂവച്ചൽ പഞ്ചായത്തുമാണ്. ഏഴാമത്തെ ചോദ്യം, 2025 മെയ് മാസത്തിൽ കേരള സർക്കാർ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച കപ്പൽ അപകടത്തിൽപ്പെട്ട കപ്പൽ ഏതാണ്? 2025 മെയ് മാസത്തിൽ കേരള സർക്കാർ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച കപ്പൽ അപകടത്തിൽപ്പെട്ട കപ്പൽ ഓപ്ഷൻ സി ആണ്, MSC എൽസ 3 ആണ്. എട്ടാമത്തെ ചോദ്യം, 2025 മെയ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ റെയിൽവേയുടെ ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റ് ദഹോത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ സി ആണ്, ഗുജറാത്തിലാണ്. ഒൻപതാമത്തെ ചോദ്യം, ആരോഗ്യ കായിക രംഗത്തെ സഹകരണത്തിന്റെ ഭാഗമായിട്ട് 2005 മെയ് മാസത്തിൽ കേരളവുമായിട്ട് 2025 മെയ് ആണ് 2025 മെയ് മാസത്തിൽ കേരളവുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ആരോഗ്യ കായിക രംഗത്തെ സഹകരണത്തിന്റെ ഭാഗമായിട്ട് 2025 മെയ് മാസത്തിൽ കേരളവുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ക്യൂബയാണ്. പത്താമത്തെ ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ അൾട്രാ ഹൈ റെസൊല്യൂഷൻ കാലാവസ്ഥാ മോഡൽ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ അൾട്രാ ഹൈ റെസൊല്യൂഷൻ കാലാവസ്ഥാ മോഡൽ ഓപ്ഷൻ സി ആണ്, BFS. ഓപ്ഷൻ സി BFS. 11ാമത്തെ ചോദ്യം, 2025 മെയ് മാസത്തിൽ DRDOയുടെ അഡ്വാൻസ്ഡ് ക്വാണ്ടം ടെക്നോളജി റിസർച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 2025 മെയ് മാസത്തിൽ DRDOയുടെ അഡ്വാൻസ്ഡ് ക്വാണ്ടം ടെക്നോളജി റിസർച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ന്യൂഡൽഹിയിലാണ്. 12ാമത്തെ ചോദ്യം, പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം നേടിയതാരാണ്? പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം നേടിയത് ഓപ്ഷൻ എ ആണ്, P. ഹെഗ്ഡെ ആട്ടോ. P. ഹെഗ്ഡെ ആണ്. 13ാമത്തെ ചോദ്യം, ഓഡി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായതാരാണ്? ഓഡിയിലെ നമ്മുടെ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഓഡിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ഡി ആണ്, നീരജ് ചോപ്രയാണ്. 14ാമത്തെ ചോദ്യം, കാലാവസ്ഥ പ്രവചിക്കുന്നതിനായിട്ട് അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച AI മോഡൽ ഏതാണ്? കാലാവസ്ഥ പ്രവചിക്കാനായിട്ട് അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച AI മോഡൽ ഓപ്ഷൻ സി ആണ്, ഒറോറയാണ്. ഓപ്ഷൻ സി ഒറോറ. 15ാമത്തെ ചോദ്യം, തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? ഓപ്ഷൻ ബി ആണ്, MK സാനു. 16ാമത്തെ ചോദ്യം, 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ സ്ഥലം എവിടെയാണ്? 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയായിരുന്നു? ഓപ്ഷൻ എ ആണ്, ദക്ഷിണ കൊറിയയാണ്. 17ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായിട്ട് ജനകീയ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തുന്ന ജില്ല ഏതാണ്? സംസ്ഥാനത്ത് ആദ്യമായിട്ട് ജനകീയ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടന്ന ജില്ല ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട്. 18ാമത്തെ ചോദ്യം, കർണാടകയുടെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് അംബാസിഡർ ആയിട്ട് നിയമിതനായതാരാണ്? കർണാടകയുടെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് അംബാസിഡർ ആയിട്ട് നിയമിതനായത് ഓപ്ഷൻ ബി ആണ്, അനിൽ കുംബ്ലെയാണ്. 19ാമത്തെ ചോദ്യം, അടുത്തിടെ ജപ്പാനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയ രാജ്യം ഏതാ? നമ്മുടെ ഇന്ത്യയാണ്, നമ്മളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള ഇന്ത്യൻ വനിത ആരാ? എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ കാഴ്ച പരിമിതിയുള്ള ഇന്ത്യൻ വനിത ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ചോൻസിൻ ആങ്മോയാണ്. 2025 യൂറോപ്യൻ ഗോൾഡൻ ഷൂ നേടിയ ഫുട്ബോൾ താരമാരാണ്? 2025 യൂറോപ്യൻ ഗോൾഡൻ ഷൂ നേടിയ ഫുട്ബോൾ താരം ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ഡി ആണ്, കിലിയൻ എംബാപ്പെ. 22ാമത്തെ ചോദ്യം, അടുത്തിടെ മലപ്പുറത്തെ AKM HSS സ്കൂൾ അവതരിപ്പിച്ച 51 ഭാഷകളിൽ സംസാരിക്കാൻ കഴിയുന്ന AI ടീച്ചറുടെ പേരെന്താണ്?
51 ഭാഷകളിൽ സംസാരിക്കാൻ കഴിയുന്ന AI ടീച്ചർ അവതരിപ്പിച്ച സ്കൂൾ ഏതാ? AKMHSS എവിടെയാ? മലപ്പുറം ജില്ലയിലാണ്. ഏതാ? ഓപ്ഷൻ ഡി ആണ് അഖ്മിറയാട്ടോ. ഓപ്ഷൻ ഡി അഖ്മിറ. 23ാമത്തെ ചോദ്യം, തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാരാ? ഓപ്ഷൻ സി ആണ് ആശാ മേനോന്. അടുത്തിടെ പ്രൊഫഷണൽ ടെന്നീസിൽ 100 കിരീടങ്ങൾ തികച്ച താരമാരാ? ഓപ്ഷൻ ബി ആണ് നൊവാക് ജോക്കോവിച്ച്. അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളുകളിൽ എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പഠന പരിപാടിയുടെ പേരെന്താ? ഓപ്ഷൻ എ ആയിയെ ഏക് സാത്ത് സീക്കേ. ആയിയെ ഏക് സാത്ത് സീക്കേ. 2025 മേയിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായിട്ട് നിയമിതനായതാരാ? നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ടെസ്റ്റ് ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ എ ആണ് ശുഭ്മാൻ ഗില്ലാണ്. 2025 മെയ് മാസത്തിൽ കൊച്ചിക്ക് സമീപം അറബിക്കടലിൽ ചെരിഞ്ഞ ചരക്ക് കപ്പൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് MSC എൽസ 3. അടുത്തിടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ അംഗമായതാരാണ്? രാജ്യം ഏതാണ്? ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ ഏറ്റവും പുതിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് അൾജീരിയ. ഇനി എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ CISF സേനാംഗമാരാണ്? CISF ആരാ? ഓപ്ഷൻ ബി ആണ് ഗീത മേത്ത. അമേരിക്ക വികസിപ്പിക്കുന്ന പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താ? അമേരിക്ക വികസിപ്പിക്കുന്ന പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് എന്താ? ഓപ്ഷൻ ബി ആണ് ഗോൾഡൻ ഡോം ആണ്. 31 റോബോട്ടിക് സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി നമ്മുടെ കേരളമാണ്. 2025 മെയ് മാസത്തിൽ അന്തരിച്ച രാജ്യത്തെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ഓപ്ഷൻ എ ആണ് MR ശ്രീനിവാസൻ. ഇനി അടുത്തിടെ ബ്രിട്ടൻ മൗറീഷ്യസിന് വിട്ടു നൽകിയ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ചാഗോസ് ദ്വീപ്. 2025 യൂറോപ്പ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ടോട്ടൻഹാം. ഇനി സുഡാൻ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായതാരാണ്? ഓപ്ഷൻ സി കമിൽ ഇന്ദ്രിസ് ആണ്. കമിൽ ഇന്ദ്രിസ്. ഇനി പ്രഥമ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ബീച്ച് ഗെയിംസ് ആണ്. ഓപ്ഷൻ ബി ആണ് ദിയു. ഇനി എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത ആരാ? എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫ് കേട്ടോ. സഫ്രീന ലത്തീഫ്. 2025 വേൾഡ് ഹൈഡ്രജൻ സമ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് റോട്ടർഡാമിലാട്ടോ. റോട്ടർഡാം. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ്. 2025 IPL ഫൈനലിന് വേദിയായ സ്റ്റേഡിയം ഏതാ? 2025 IPL ഫൈനലിന് വേദിയായ സ്റ്റേഡിയം ഓപ്ഷൻ എ ആണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിനെ അടുത്തിടെ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാ? ഓപ്ഷൻ ഡി റഷ്യയാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ ട്രിബ്യൂണലായിട്ട് നിയമിതനായതാരാണ്? ഓപ്ഷൻ എ കെ സോമനാണ്. 2025 മെയ് മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ സയൻസ് മ്യൂസിയം പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി സരോജ് ഖോസെ. ക്യാബിനറ്റ് മീറ്റിംഗ് തീരുമാനങ്ങൾ അറിയിക്കുന്നതിനായിട്ട് അങ്കിത എന്ന AI അധിഷ്ഠിത വാർത്താ അവതാരികയെ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആസാം.
ഇനി 18നും 40നും ഇടയിൽ പ്രായമുള്ള ഭൗതിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സ്വന്തമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? ഓപ്ഷൻ ബി ആണ് പ്രചോദനം. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? ഓപ്ഷൻ എ ബാനു മുഷ്താഖ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ ജിയോ തെർമൽ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഇനി മാരിടൈം മേഖലയിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭത്തിന്റെ പേരെന്താ? ഓപ്ഷൻ ഡി ആണ് സാഗർമേം സമ്മാൻ. 49 ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് സോളാർ പമ്പ് സെറ്റുകൾ നൽകാനായിട്ട് ഇന്ദിര സൗരഗിരി ജാല വികാസം എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ദിര സൗരഗിരി ജാല വികാസം എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻ സി ആണ് തെലങ്കാന. സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് റൊമാനിയ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യൻ ചെസ് താരമാരാണ്? ഓപ്ഷൻ ഡി പ്രജ്ഞാനന്ദ. ഇനി 2002 പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവന 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. രണ്ടാമത്തെ പ്രസ്താവന 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ജാസ്മിൻ പവേലിനെ. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ഡി ആണിത്. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. പഠിച്ചു വെക്കണേ. 52ാമത്തെ ചോദ്യം, ഈ വർഷത്തെ ശ്രീനാരായണ രാജ്യാന്തര പുരസ്കാരത്തിന് അർഹനായതാരാ? ഓപ്ഷൻ എ എം ചന്ദ്രബാബു. ഇനി മികച്ച പാർലമെന്റേറിയന് നൽകുന്ന സൻസദ് രത്ന പുരസ്കാരത്തിന് അർഹനായ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാരാണ്? ഓപ്ഷൻ ബി എൻ കെ പ്രേമചന്ദ്രൻ. 2025 സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യയാണ്. 55 പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഓപ്ഷൻ ഡി വള്ളിക്കാവ് മോഹൻദാസ്. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്താനായിട്ട് ഇസ്രയേൽ ഗാസയിൽ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താ? ഓപ്ഷൻ ഡി ആണ് ഗിഡിയോൺ ചാരിയറ്റ്സ് കേട്ടോ. ഗിഡിയോൺ ചാരിയറ്റ്സ്. ഇനി ബീഹാറിലെ നഗരമായ ഗയയുടെ പുതിയ പേരെന്താ? ഓപ്ഷൻ ബി ആണ് ഗയ ജി ആണ് കേട്ടോ. ഗയയുടെ കൂടെ ഒരു ജിയും കൂടി ചേർന്നിട്ടുണ്ട്. 2025 മെയ് മാസത്തിലെ വിക്ഷേപണത്തിൽ പരാജയപ്പെട്ട ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാ? ഓപ്ഷൻ ബി ആണ് EOS Note 9 ആണ്. EOS Note 9. 2025 ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം എന്ന നേട്ടത്തിന് വീണ്ടും അർഹനായത് ആരാണ്? ഓപ്ഷൻ എ ക്രിസ്ത്യാനോ റൊണാൾഡോ. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ പെൻ ബുക്സ് പുരസ്കാരങ്ങളിൽ മികച്ച നോവലിനുള്ള പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ലാലി രംഗനാഥ്. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ ദൂരം മറികടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? ജാവലിൻ ത്രോയിൽ 90 മീറ്റർ ദൂരം മറികടക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആര് തന്നെയാണ്? നമ്മുടെ നീരജ് ചോപ്രയാണ്. ദേശീയ ആരോഗ്യ ദിനമായിട്ട് പ്രഖ്യാപിച്ച ദിവസം ഏതാണ്? ദേശീയ ആരോഗ്യ ദിനമായിട്ട് പ്രഖ്യാപിച്ച ദിവസം ഓപ്ഷൻ സി ആണ് സെപ്റ്റംബർ 23. ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഓപ്ഷൻ ബി ആണ് LR ശ്രീഹരിയാണ്. നെഹ്റു യുവകേന്ദ്ര എന്ന സംഘടനയുടെ പുതിയ പേരെന്താ? നെഹ്റു യുവകേന്ദ്ര എന്ന സംഘടനയുടെ പുതിയ പേരെന്താ? ഓപ്ഷൻ ഡി ആണ് മേര യുവ ഭാരത്. ICCയുടെ ടെസ്റ്റ്
ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ദിവസം ഒന്നാം റാങ്കിലിരുന്ന താരം എന്ന റെക്കോർഡ് നേടിയതാരാണ്? ഓപ്ഷൻ ഡി രവീന്ദ്ര ജഡേജ. 2025 മെയ് മാസത്തിൽ അന്തരിച്ച ലാറ്റിൻ അമേരിക്കൻ വിമോചന സമര നേതാവായ മുൻ ഉറുഗ്വേയുടെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ സി ഹൊസെ മൊഗിക്കയാണ്. ഡ്രോണുകളെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യ വികസിപ്പിച്ച് വിജയകരമായിട്ട് പരീക്ഷിച്ച പുതിയ പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താ? ഓപ്ഷൻ ഡി ഭാർഗവാസ്ത്ര. മാവോയിസ്റ്റുകളെ വധിക്കാനായിട്ട് തെലങ്കാന ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ CRPF സേന നടത്തിയ ഓപ്പറേഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ്. അടുത്തിടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ ഡി നീരജ് ചോപ്ര. സൂര്യനിൽ നിന്നുള്ള നിയർ അൾട്രാവയലറ്റ് തരംഗങ്ങൾ ചിത്രീകരിച്ച ആദ്യത്തെ പേടകം ഏതാ? ഓപ്ഷൻ സി ആണ് ആദിത്യ L1 കേട്ടോ. ആദിത്യ L1. ഇനി സ്പെയിനിലെ സ്വകാര്യ കമ്പനിയായ GMV ചന്ദ്രനിൽ ആരംഭിക്കുന്ന നാവിഗേഷൻ സംവിധാനത്തിന്റെ പേരെന്താ? ഓപ്ഷൻ സി ലൂപ്പിൻ. 2023-2025 UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ആന്തോളജി ചിത്രം ഏതാ? ഓപ്ഷൻ സി ആണ് മൈ മെൽബൺ. തമിഴ്നാടിന്റെ ശുചീകരണ ദൗത്യ പദ്ധതിയായ ക്ലീൻ തമിഴ്നാടിന്റെ CEO ആയിട്ട് നിയമിതയായ മലയാളി വനിതയാരാണ്? ഓപ്ഷൻ ഡി ഗംഗ ദിലീപ്. ഇനി കാനഡയുടെ പുതിയ വിദേശകാര്യ മന്ത്രിയായിട്ട് ചുമതലയേറ്റ ഇന്ത്യൻ വംശജയാരാണ്? ഓപ്ഷൻ സി അനിത ആനന്ദ്. UPSCയുടെ ചെയർമാൻ ആരാണ്? നിലവിൽ UPSCയുടെ ചെയർമാൻ ആരാ? അജയ് കുമാർ ആണ് അല്ലേ. ഇനി ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരരെ തിരുത്താനായിട്ട് ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ ഏതാ? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ കെല്ലർ. അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യത്തെ ഭരണകൂടമാണ് രാജ്യത്ത് ചെസ് നിരോധനം ഏർപ്പെടുത്തിയത്? ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാന്. ഏത് രാജ്യത്തെ ഗവൺമെന്റ് ആണ് അടുത്തിടെ അവാമി ലീഗ് എന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നിരോധിച്ചത്? ഓപ്ഷൻ ബി ബംഗ്ലാദേശ്. ONV കൾച്ചറൽ അക്കാദമിയുടെ 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഓപ്ഷൻ സി പ്രഭാവർമ്മ. 2025 കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാ? 2025 കേരള പ്രീമിയർ ലീഗ്. ഓപ്ഷൻ സി ആണ് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയാണ്. 82ാമത്തെ ചോദ്യം, ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് നിയമിതനായതാരാണ്? ഓപ്ഷൻ സി ജസ്റ്റിസ് സൂര്യകാന്ത്. സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് വാച്ചുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയ അറേബ്യൻ നഗരം ഏതാണ്? ഓപ്ഷൻ ബി അബുദാബി. ഇനി താപ്തി നദി റീചാർജ് പ്രൊജക്ടിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഈ വർഷത്തെ OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഓപ്ഷൻ ഡി സന്തോഷ് എച്ചിക്കാനം. 2024-25 അധ്യയന വർഷത്തിൽ കേരളത്തിലെ SSLCയുടെ വിജയ ശതമാനം എത്രയായിരുന്നു? ഓപ്ഷൻ എ ആണ് 99.5%. 99.5%. ഈ വർഷത്തെ OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഓപ്ഷൻ ബി സന്തോഷ് കുമാർ. ചന്ദ്രനിൽ വീട് നിർമ്മിക്കാനൊരുങ്ങുന്ന ജാപ്പനീസ് സ്വകാര്യ ബഹിരാകാശ ഗവേഷണ കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഐസ്പേസ് ആണ്.
2025 മെയ് മാസത്തിൽ അന്തരിച്ച ഗോമതി ചിദംബരം ഏത് മേഖലയിൽ പ്രശസ്തയാണ്? ഓപ്ഷൻ ഡി കർണാട്ടിക് സംഗീതം. 2025 സുധീർമാൻ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ജേതാക്കളായതാരാണ്? അപ്പോൾ സുധീർമാൻ കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാ? ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടതാണ്. 2025 ചാമ്പ്യന്മാരായത് ചൈനയാണ്. ഓപ്ഷൻ ബി ചൈനയാണ്. ഏത് സർവകലാശാലയിലെ സസ്യശാസ്ത്ര വിഭാഗമാണ് അടുത്തിടെ എക്സിക്കോ ബാക്ടീരിയം അബ്രഹാമി എന്ന പുതിയ ഇനം ബാക്ടീരിയയെ കണ്ടെത്തിയത്? ഓപ്ഷൻ ഡി കേരള സർവകലാശാല. ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ നൽകിയ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ ബുന്യാൻ ഉൽ മർസൂസ് ആട്ടോ. 93ാമത്തെ ചോദ്യം, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വീണ്ടും നിയമിതനായതാരാണ്? ഓപ്ഷൻ സി ആണ് KC വേണുഗോപാൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഹൃദ്രോഗ ബാധിതരായിട്ടുള്ള കുട്ടികളെ കണ്ടെത്താനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ഹൃദയതാളം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത് ഏതാണ്? ഓപ്ഷൻ എ കേരളമാണ്. ഈ വർഷത്തെ വേലുത്തമ്പി ദളവ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പി. പാകിസ്ഥാന്റെ മിസൈലുകളെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ച ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഏതാണ്? ഓപ്ഷൻ സി S-400 ട്രയംഫ്. 2025 മെയ് മാസത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരമാരാണ്? ഓപ്ഷൻ ഡി രോഹിത് ശർമ്മ. ജമ്മു കാശ്മീരിലെ അമർനാഥ് തീർത്ഥാടനത്തിന് സുരക്ഷയൊരുക്കാനായിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ബി ആണ്. ഓപ്പറേഷൻ ശിവ. 100ാമത്തെ ചോദ്യം, ആഗോള കാത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഓപ്ഷൻ സി റോബർട്ട് പ്രോവോസ്റ്റ്. 101ാമത്തെ ചോദ്യം, പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നതിന് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റഷ്യയാണ്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് നിയമിതനായതാരാണ്? ഓപ്ഷൻ ബി ആണ് പ്രകാശ് മഗ്ധൂം. 103ാമത്തെ ചോദ്യം, 2025 മെയ് മാസത്തിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? നിക്കരാഗ്വയാണ്. 104ാമത്തെ ചോദ്യം, 2025 മെയ് മാസത്തിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ പുറത്തുവിട്ട റാങ്കിങ്ങിൽ ഏകദിന 2020 വിഭാഗത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാ? നമ്മുടെ ഇന്ത്യയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാനിലും ഇന്ത്യൻ സേന നടത്തിയ സംയുക്ത ആക്രമണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഓൾറെഡി PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2025 മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയതാരാണ്? ആരായിരുന്നു? കാസ്പർ റൂഡ് അല്ലേ. ഓപ്ഷൻ സി കാസ്പർ റൂഡ്. നമ്മൾ മുകളിൽ ഒരു പ്രസ്താവന രൂപത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നേ അത്. ഇനി 15 മണിക്കൂറോളം വാർത്താ സമ്മേളനം നടത്തി പുതിയ റെക്കോർഡ് സ്ഥാപിച്ച മുഹമ്മദ് മുയിസു ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഇത് ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുയിസു ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാന്നുള്ളത് ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ റെക്കോർഡ് കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഏത് രാജ്യത്തെ പ്രസിഡന്റാന്ന് ചോദിച്ചാൽ മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആണ്. ഇനി 108ാമത്തെ ചോദ്യം, 2025 മെയ് മാസത്തിൽ ആരംഭിച്ച കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് നടത്തുന്ന ലഹരി വിമുക്ത ക്യാമ്പയിന്റെ പേരെന്താ? ഓപ്ഷൻ എ ആണ് കിക്ക് ഡ്രഗ്സ് ആട്ടോ. കിക്ക് ഡ്രഗ്സ്. ഇനി പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഓപ്ഷൻ സി പാണ്ഡുരംഗ ഹെഗ്ഡെ ആണ്. ഇനി 2025 മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ആര്യാന സെബലെങ്ക. ഇനി സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഓപ്ഷൻ ബി ലോറൻസ് വാങ്.
ഇനി വാഹന സാന്ദ്രതയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? വാഹന സാന്ദ്രതയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? എത്രയാ? ഓപ്ഷൻ ഡി 4 2025 മെയ് മാസത്തിൽ 450 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഉപരിതല ബാലിസ്റ്റിക് മിസൈലായ അബ്ദാലി മിസൈൽ വിജയകരമായിട്ട് പരീക്ഷിച്ച രാജ്യം ഏതാ? ആരാ? പാകിസ്ഥാൻ കേട്ടോ. ഓപ്ഷൻ എ പാകിസ്ഥാൻ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെന്റർ പാർക്ക് ആരംഭിക്കുന്ന നഗരം ഏതാ? ഓപ്ഷൻ സി റായ്പൂര്. ഇനി 2025 മെയ് മാസത്തിൽ അന്തരിച്ച 2022 പത്മശ്രീ പുരസ്കാര ജേതാവായ സാമൂഹ്യ പ്രവർത്തകയാരാ? ഓപ്ഷൻ ഡി ആണ് KV റാബിയ. യമനിലെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായതാരാ? ഓപ്ഷൻ സി ആണ് സലീം സലേഹ് ബിൻ ബ്രേക്ക്. ഇനി സംസ്ഥാന വനം വകുപ്പ് മേധാവിയായിട്ട് ചുമതലയേറ്റതാരാ? സംസ്ഥാന വനം വകുപ്പ് മേധാവിയായിട്ട് ചുമതലയേറ്റത് രാജേഷ് രവീന്ദ്രൻ ആട്ടോ. ഓപ്ഷൻ ബി രാജേഷ് രവീന്ദ്രൻ. 118ാമത്തെ ചോദ്യം, 2025 ലോക മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 151 151. ഇനി ആന്റണി ആൽബനീസ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? ആന്റണി ആൽബനീസ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ് ഓസ്ട്രേലിയ. 120 അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ ഗാർഡൻ എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ഹൈദരാബാദ്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായുള്ള വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരം ഏതാണ്? ഓപ്ഷൻ ഡി കോഴിക്കോട്. 122 ഇന്ത്യൻ എയർഫോഴ്സിന്റെ വൈസ് ചീഫ് ആയിട്ട് നിയമിതനായതാരാണ്? ഇന്ത്യൻ എയർഫോഴ്സിന്റെ വൈസ് ചീഫ്. ഓപ്ഷൻ സി ആണ് എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി. 123ാമത്തെ ചോദ്യം, ഉക്രൈനിലെ റഷ്യൻ അധിനിവേശനത്തിനിടെ നൽകിയ സൈനിക സഹായത്തിന് പ്രത്യുപകാരമായിട്ട് തങ്ങളുടെ പക്കലുള്ള അപൂർവമായ ധാതുശേഖരം പങ്കുവെക്കാനായിട്ട് ഏത് രാജ്യവുമായിട്ടാണ് ഉക്രൈൻ കരാറിൽ ഏർപ്പെട്ടത്? അമേരിക്ക. ഓപ്ഷൻ സി അമേരിക്ക. 124ാമത്തെ ചോദ്യം, 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാ? 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് FC ഗോവയാണ്. 125ാമത്തെ ചോദ്യം, കരസേനയുടെ നോർത്തേൺ കമാൻഡ് മേധാവിയായിട്ട് നിയമിതനായതാരാ? ഓപ്ഷൻ ബി ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ. 126ാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് സുഗമ്യ എന്ന പേരിൽ കേട്ടോ. 127ാമത്തെ ചോദ്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ ബി ആണ് 2025 മെയ് 2 ഇന്ത്യയിൽ ആദ്യമായിട്ട് AI അധിഷ്ഠിത ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്. ഇനി പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാ? ഓപ്ഷൻ സി ആണ് M മുകുന്ദനാണ്. 2025 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച പ്രമുഖ ക്രിമിനൽ ലോയർ ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ആരായിരിക്കും? അഡ്വക്കേറ്റ് BA ആളൂര്. ഇനി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് മാർക്ക് കാണിയാണ്. ഹരിത കേരളം മിഷന്റെ ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാല കുസാറ്റ് ആട്ടോ. ഓപ്ഷൻ ഡി കുസാറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് ആരംഭിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് അമരാവതി ആട്ടോ. ഓപ്ഷൻ ബി അമരാവതി.
ഇനി ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ ചെയർമാനായിട്ട് നിയമിതനായതാരാണ്? ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാ? ഓപ്ഷൻ സി ആണ്, അലോക് ജോഷിയാണ്. ഓപ്ഷൻ സി അലോക് ജോഷിയാണ്. 135ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായതാരാണ്? 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാ? ഓപ്ഷൻ സി ആണ്, ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആലങ്കോട് ലീലാകൃഷ്ണനാണ്.